അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ മുടങ്ങിക്കിടന്ന പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഉത്സവം നടത്താൻ വേണ്ടി ജഗന്നാഥനെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ പ്രോപ്പർ പോഡ്കാസ്റ്റ് ലൈനിൽ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. പക്ഷേ നമുക്കൊരു കാർഡിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് 2 ക്യാമറയുണ്ട്, പക്ഷെ ഒരു കാർഡിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അതെ, ആ ദൗത്യം നമ്മളിനി അടുത്ത വീക്കിലേക്ക് മാറ്റി വെക്കുന്നു. അതായത് നമ്മൾ എല്ലാ വീക്കിലും ഇനി കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനുണ്ട് നമുക്ക്. സോ അപ്പോൾ ഈ വീക്ക് നിങ്ങൾ ഇതേ സെറ്റപ്പിൽ തന്നെ നമ്മളെ കാണേണ്ടി വരും. അടുത്ത വീക്ക് മുതൽ നമുക്ക് മൾട്ടിപ്പിൾ ക്യാമറാസ് യൂസ് ചെയ്തിട്ടുള്ള പരിപാടി സെറ്റ് ചെയ്യാം. ഇപ്പോൾ പോഡ്കാസ്റ്റിൻ്റെ ഫോർമാറ്റ് ആണോ നമ്മുടെ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയത്തില്ല അല്ലേ. ഇത് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ രീതിയിൽ എനിക്കൊന്ന് ബേസിക്കലി ഈ പറയുന്ന പോലെ ഓഡിയോ അതെ കേൾക്കാനും പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറിയാൽ അതെ അത് കുറച്ചുകൂടെ ബെറ്റർ ഓഡിയോ ക്വാളിറ്റി കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ മൈക്ക് വെച്ചിട്ട് നമുക്ക് അത്രയും ഓഡിയോ ക്വാളിറ്റിയിലേക്ക് പോയില്ല. എന്നാലും മാത്രമല്ല ഇത് എപ്പോൾ ഓഫ് ആവുന്ന പോലും അറിയാം. അതെ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ചെറിയ പണി കിട്ടിയതാണ്. ഈ മൈക്ക് ഇടയ്ക്ക് ഒരു മൈക്ക് ഓഫ് ആയിപ്പോയി. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് പുള്ളിയുടെ ബൈക്ക് ഓഫ് ആയിരുന്നു. പിന്നെ അതിരുന്ന എല്ലാ ഡയലോഗും നമ്മൾ പൊക്കിവിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഇത് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. പരിപാടിയിൽ നമ്മൾ ആക്ച്വലി പറയാൻ വന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇന്നലെ കറുപ്പിൻ്റെ റിവ്യൂവിൽ കുറച്ചധികം നമ്മൾ പറയാൻ ശ്രമിച്ചു. ആ വിഷയം തന്നെയല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് കുറച്ച് പടങ്ങൾ, എസ്പെഷ്യലി മലയാളത്തിൽ ഇറങ്ങിയ പടങ്ങളിൽ ഈ സിനിമയുടെ റിവ്യൂസ്, അതായത് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും റിവ്യൂസിൽ മിക്സ്ഡ് ടു നെഗറ്റീവ് റിവ്യൂസ് വന്ന പടങ്ങൾ അവരുടെ പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ അവർ ആക്ച്വലി ഈ പ്രസ് മീറ്റും കാര്യങ്ങളും ഇരുന്നുകൊണ്ട് പറയുന്നത് ഈ റിവ്യൂവേഴ്സ് എല്ലാവരും കൂടെ എന്താ ഒരു കോക്കസ് ആയിട്ടിരുന്നുകൊണ്ട് സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു നരേറ്റീവും ഉണ്ടായി. ഇത് പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല നമ്മൾ വിചാരിച്ചോളൂ അത്രയും വലിയൊരു പ്രശ്നമായി മാറി. ഇത് 2 പടം കഴിഞ്ഞ് വേറൊരു പടത്തിന് നല്ല റെസ്പോൺസ് വരുമ്പോഴത്തേക്ക് അത് വയ്യ ഡൈല്യൂട്ടായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ല, ഇതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒപ്പീനിയൻസിനൊരു ബാലൻസ് ഇല്ലാത്ത പോലെ തോന്നി. ഇവർ പറയുന്നത് അവർ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു, മറ്റവർ പറയുന്നത് ഞങ്ങൾ വെറും മോശം പടം. ഇത് 2 സൈഡിനും ഭയങ്കര എക്സ്ട്രീം പൊസിഷൻസ് എടുക്കുന്നുണ്ട്. എന്തോ ഒരു ഡിസ്കംഫർട്ട്. അപ്പം കുറച്ചുകൂടെ അങ്ങനൊരു ഫോക്കസ് ഉണ്ടാവത്തില്ലല്ലോ. എല്ലാ റിവ്യൂസും ചേർന്നൊരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇന്ന പടത്തിനെ തകർക്കാം, നമുക്ക് സിനിമയെ നമുക്ക് നശിപ്പിക്കാം നമുക്ക്. അതെ, അങ്ങനെ തീരുമാനം എങ്ങനെയാണ് അത് റിവ്യൂവേഴ്സ് വിചാരിച്ച് എടുത്ത് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അത് കുറച്ച് പിന്നെ ഒരു പരിധി വരെ എന്താ പറയുക, ഒരു ഫിൽം മേക്കർ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ പിന്നണിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. ഈ പടം വിജയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച പടം ചിലപ്പോൾ ഗംഭീര പടമായിരിക്കും, പക്ഷെ നമ്മൾ എടുത്ത് വരുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്തിട്ട് ഈ പടം ചിലപ്പം ഉദ്ദേശിച്ച രീതി വർക്കാവത്തില്ല. അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ ഫിൽം മേക്കേഴ്സിന് തന്നെ ഒരു ഐഡിയ, ഇത് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തിയില്ല. അങ്ങനെയുള്ളൊരു കേസിൽ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ഡിലേ ആവുന്നതൊക്കെ കാണാം. അത് നമുക്ക് ഈ ഡൗട്ട് ഉണ്ടാവുന്നുണ്ടോ, ഇതിപ്പോൾ റിലീസ് ചെയ്യേണ്ട ഒരു ഇച്ചിരൂടെ സേഫ് ആവണമെങ്കിൽ വേറെ പടങ്ങളില്ലാത്തൊരു ഗ്യാപ്പ് നോക്കി ഇറക്കാം. അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് വരുമ്പോഴാണ് ഈ പടം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ ചിലപ്പോൾ ഫിൽം മേക്കേഴ്സിന് അറിയാം, ഓക്കെ ഇത് തകർന്നു പോകും, റിലീസായി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ തകർന്നു പോവുകയും ചെയ്യും. പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്രൊഡ്യൂസറിന് മുടക്കിയ കാശ് തിരിച്ചിടണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇടണം. നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് 100 കോടിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എമൗണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഒറ്റയടിക്ക് തകർന്നു പോയി അത് വിധിയാണെന്ന് വിചാരിച്ചവർ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരു എഫേർട്ട് അവർ ഇടണം, മാക്സിമം തിരിച്ച് കാശ് വരാൻ വേണ്ടി. അപ്പം അതിനുള്ളൊരു PR എഫേർട്ടിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വന്ന് ഡയറക്ടേഴ്സോ പിന്നണിയിലുള്ളവരോ ഒക്കെ വന്നു പറഞ്ഞു ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാണ്, ഞങ്ങൾ ഗംഭീര സിനിമയാണ് ഉണ്ടാക്കിയത്, പക്ഷേ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന റിവ്യൂവേഴ്സാണ്. അപ്പം അങ്ങനെയുള്ളൊരു നറേറ്റീവ് PR നിന്ന് വരുവാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല, കാരണം അത് ഒരു കോൺവെർസേഷൻ അല്ല, അത് അവരുടെ ഒരു അവസാന ശ്രമമാണ്. അപ്പോൾ അതല്ലാതെ ജെന്യുവൻലി അവർ വിശ്വസിക്കുകയാണ് നമ്മളൊരു ഗംഭീര പടം ഉണ്ടാക്കി, പക്ഷേ ഇങ്ങനെ റിവ്യൂസ് തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം ആൾ കയറുന്നില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരോടാണ് നമ്മളിങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു കോക്കസോ പരിപാടികളോ ഒന്നുമില്ല. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഭൂരിഭാഗം. ഈ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന പറയുന്ന ഒരു സംഭവം, അതായത് പെയ്ഡ് റിവ്യൂസ്. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള റിവ്യൂവേഴ്സിൽ ആരെങ്കിലും ഒരാൾ, അതിപ്പോൾ ചെറിയ ആളായിക്കോട്ടെ, വളരെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ഒരാളായിക്കോട്ടെ, ഇപ്പോൾ ഈവൻ ഇഫ് നമ്മുടെ ചാനലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ചാനലായിക്കോട്ടെ, അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ആരായിക്കോട്ടെ,
ആരെങ്കിലും ഒരാൾ ₹1 ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നോ ഒരു പടത്തിൻ്റെ ടീമിൻ്റെ കയ്യിൽ നിന്നോ വാങ്ങിച്ചാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിവ്യൂവറിനെ ഡെഫിനറ്റ്ലി ആ പൈസ കൊടുത്തവർ എക്സ്പോസ് ചെയ്യും. അല്ല, അവരുടെ തന്നെ അടുത്ത പടത്തിൽ പുള്ളി നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞതെങ്കിൽ നീ കഴിഞ്ഞ റിവ്യൂവിന് വാങ്ങിച്ചതിന്റെ തെളിവുകൾ അല്ല, ഇതിപ്പം അവർക്ക് അടുത്ത പടത്തിൽ എന്താ നെഗറ്റീവ് റിവ്യൂ പറയണമെന്നില്ല. ഈ പൈസ കൊടുത്തു ഒരാൾ വാങ്ങിച്ചു വെച്ചോ, അപ്പോൾ ഇവർക്ക് അയാളെ എക്സ്പോസ് ചെയ്യാം ഡയറക്റ്റ്ലി. എന്താ, ഞങ്ങൾ പൈസ കൊടുത്തു, പുള്ളി വാങ്ങിച്ചു, ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവ്യൂവേഴ്സിൽ എല്ലാവരും, അതായത് ഒരാൾ ചെയ്തതാണെങ്കിൽ പോലും അത് എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റിവ്യൂസിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ സിനിമ കാണാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഈ റിവ്യൂസ് നോക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇവൻ പൈസ വാങ്ങിച്ചിട്ടാണ് പറയുന്നത് അങ്ങനത്തുള്ളൊരു അത് പല റിവ്യൂവേഴ്സിനെ ബാധിക്കും. അപ്പോൾ അത് ഗുണം ചെയ്യുന്നത് ആർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സിനിമാക്കാർക്കായിരിക്കും. കാരണം അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ റിവ്യൂസിൻ്റെ ഈ എന്താ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ പടം കാണാൻ പോകുന്നതിന് മുമ്പുള്ള റിവ്യൂസ് നോക്കുന്നത് നിർത്തുമെന്ന് ചോദിച്ചാൽ അവർ കാണുന്നുണ്ട്. അതല്ലാതെ ചിലർ ഇത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് നോക്കണ്ട, കാര്യം വിശ്വസിക്കണ്ട, പൈസ വാങ്ങി ചെയ്യുന്നതാണ്, നമ്മൾ പോയി കണ്ടു നോക്കാം. ആ ലൈനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേര് തിയേറ്ററിലേക്ക് എത്തും. ശരിയായിരിക്കും, അത് തിയേറ്ററിലേക്ക് ആൾക്കാർ എത്തുമായിരിക്കും. പക്ഷെ അവിടെ ഈ കാണുന്ന പടം നല്ലതാവാം, മോശമാവാം. അത് ഈ പറഞ്ഞ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ കോക്കിന്റെ റിവ്യൂസിന് ഇന്നും ഇപ്പോൾ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായ വ്യത്യാസമുള്ള റിവ്യൂ കോക്ക് പറയുന്നത് ഇവന് മറ്റേ ബ്രോമാൻസ് ഇഷ്ടപ്പെട്ടവനാ. അതെ അതെ എന്നിപ്പോഴും പറയാം. അതിന്റെ കൂട്ടത്തിൽ പുള്ളി പൈസ വാങ്ങിക്കുന്നുള്ള പറയും. അതായത് എസ്പെഷ്യലി ഞാൻ ഈ അതിരടിയുടെ റിവ്യൂ, പുള്ളി അതിരടിക്ക് പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞ ഒരാളാണ്. അതിന്റെ കമന്റ് സെക്ഷൻ എടുത്താൽ അതിൽ മെജോറിറ്റി കാണുന്നത് ഇത് പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ലേ, ഇവനും പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ലൈനിലുള്ള സംസാരമാണ്. അതായത് ആ പടത്തിന് പൊതുവേ എനിക്ക് തോന്നുന്നു കുറച്ച് മിക്സ്ഡ് റെസ്പോൺസാണ് ഈ അതിരടിക്ക്. അപ്പോൾ അതിരടിക്ക് ഈ പോസിറ്റീവ് പറഞ്ഞ ആളുടെ പിന്നെ കമൻറ്റ് സെക്ഷനിൽ കംപ്ലീറ്റ്ലി ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സും വരുന്നു. അതേ സമയത്ത് ഭയങ്കര കോൺട്രസ്റ്റ് എന്ന പോസിറ്റീവ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യൂൻ റിവ്യൂവറാണ് എന്ന് പറഞ്ഞ കമൻറ്റ്സും കാണും. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, അത് എങ്ങനെയാണ് ആരാ അത്. കാരണം ഇത് സാധാരണ ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്ന സാധാരണക്കാരാണല്ലോ ഇത് കാണുന്ന വ്യൂവേഴ്സാണ് ഈ കമൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു വലിയ കോക്കസ് ഒന്നുമല്ല. ഇത് തച്ചിലിരുന്നിട്ട് പോസിറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് കമൻറ്റും നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങനെ ആ സംഭവം ഇല്ല. അങ്ങനത്തെ ഒരു കോക്കസും ഇല്ല. കോക്കസ് ബേസിക്കലി PR ടീമാണ്, PR ടീമുകളാണ്. അതായത് അവരാണ് ഈ പറയുന്ന പോലെ ഇത്രയും പേരെ വെച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയ പുഷ് ഉണ്ടാക്കും. ഇപ്പം ഒരു പടം റിലീസ് ചെയ്യുന്ന തലേദിവസമൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസ്, അങ്ങനെ പടം റിലീസിന് 2-3 ദിവസം മുമ്പ് തൊട്ട് ഇങ്ങനെ ഒരു പുഷ് നമുക്ക് കാണാൻ പറ്റും. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂ, അതിൻ്റെ കട്ട്സ്, അവർ ചിരിക്കുന്നു, ഇത് നമ്മളിങ്ങനെ ഭയങ്കര ഇതെന്താണ് ഈ പരിപാടി നോക്കുമ്പോഴത്തേക്കോ ഇന്ന പടത്തിൻ്റെ എന്തോ റിലീസ് അടുത്താണോ, അതറിയാത്തവർക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഈ PR-ൻ്റെ പുഷ് അത്രയും വരുമ്പോഴത്തേക്കും ചിലപ്പം ചിലർക്ക് എക്സ്പെക്ടേഷൻസ്, അങ്ങനെ സാധനം ഉണ്ടല്ലോ, എക്സ്പെക്ടേഷൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ചിലപ്പോൾ പടം ഇഷ്ടപ്പെടാതെ പോകാം, ഇഷ്ടപ്പെടാം. അതെല്ലാം അങ്ങനൊരു കോക്കസിൻ്റെ കളികളാണെന്നുള്ള ലൈൻ ഓഫ് നറേറ്റീവ് എന്തോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പം ഇല്ല എന്ന് നമ്മൾ കംപ്ലീറ്റ്ലി പറയാൻ നമ്മളതിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകളില്ല. പക്ഷെ നമ്മളൊരു കോമൺ സെൻസിലല്ലേ നമ്മളിത് കുറച്ച് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഈ പറയുന്നതിൽ പലരെയും നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒബ്സർവേഷൻ വൈസ് വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ പല റിവ്യൂസിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് അതിനകത്ത് അത്രയും അങ്ങനെ ഒരു, അതായത് ചിലർക്കൊരു ധൈര്യമുണ്ട്. ഇപ്പം നമുക്ക് പേഴ്സണലി നമ്മുടെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മലയാള സിനിമയിൽ കുറച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പേടിയുണ്ട്. നമുക്ക് നമ്മുടെ കേസിൽ നിന്ന് പേടിയുണ്ട്. നമ്മളിങ്ങനെ പെയ്ഡ് റിവ്യൂസ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ഈ അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ആ റിവ്യൂ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ റിവ്യൂവിൽ മാക്സിമം അതിന്റെ നെഗറ്റീവ്സ് അവോയ്ഡ് ചെയ്ത് ഒരു ബാലൻസ് കുറച്ചുകൂടെ നമ്മളിങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അവർക്ക് കേട്ടാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാത്ത രീതിയിൽ നമ്മൾ അതിനെ അവതരിപ്പിച്ച് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പം നമുക്ക് ഇതൊന്നും വേണ്ട, സിനിമയൊന്നും വേണ്ട, നമുക്ക് ഇന്ന് യൂട്യൂബില് ഈ ചാനൽ കൊണ്ട് ഓടാന്നുള്ള പ്ലാൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ചാനൽസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ധൈര്യമുണ്ട്. ഓക്കെ, എൻ്റെ അഭിപ്രായം ഞാൻ ആരോടും ഒന്നും മറക്കാതെയും പിടിക്കാതെയും എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. അങ്ങനെ അവർ പറയുകയും ചെയ്യും. അപ്പം അത് ചില സമയത്ത് അതിൻ്റെ ഭാഷ്യം കുറച്ച് ഹാർഷാവാം. ബേസിക്കലി ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നൊരു പടം, നമുക്ക് പടത്തിനെ പറ്റിയുള്ള ഡയറക്റ്റ് നമ്മുടെ സത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ
പറയാൻ പോലും നമുക്ക് ഭയമാണെന്ന് പറയുന്നത് അത് ശരിക്കും അതൊരു വലിയ എന്താ റൈറ്റിംഗ് അല്ല അത്. അതായത് അത് പറയാൻ പറ്റണം നമുക്ക് എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. പക്ഷേ നമുക്കങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളൊരു പടം എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും തന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇത് അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ നമ്മളോട് പറയും, ഓ നീ അന്ന് നമ്മുടെ പടത്തിന് ഇങ്ങനെ പറഞ്ഞല്ലേ, എന്നാൽ നിന്റെ പടം ഒന്ന് കാണട്ടെ, നീ എന്താ എടുക്കാൻ പോകുന്ന അറിയട്ടെ എന്നുള്ള ലൈൻ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വരും. നമ്മൾ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം എടുക്കുവാണെങ്കിൽ അതിനൊരു വലിയ ക്രിട്ടിക്കാലിറ്റി വരും. അപ്പം നമ്മളെ ബേസ് ചെയ്ത് നമുക്കത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് അത് പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്കൊരു അവസരം നഷ്ടപ്പെടുക എന്നുള്ള സംഭവമുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ അവസരം നഷ്ടപ്പെടുക എന്നുള്ള അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിപ്രായമാണ്. അപ്പോൾ അവർക്ക് നമുക്ക് ഈ അവസരം നഷ്ടപ്പെടുന്നതിന് പകരം നമുക്ക് അവസരം തരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാലോ. ഏത് ഇപ്പം നമ്മളും വിജയിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നമുക്കിത് രണ്ടും സംഭവിക്കാം. ഏതാ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന ചിന്തയിലാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അത് ഒരു പക്ഷേ ശരിയാവാം, അത് കുറച്ച് പേർക്ക് തെറ്റായി തോന്നാം, അത് സംഭവിക്കാം. പക്ഷേ സ്റ്റിൽ ഇങ്ങനൊരു സംഭവം ഇപ്പം നമ്മൾ ഈ ഭയക്കുന്നതിൻ്റെ കാരണം പോലും ഇത്രയേ ഉള്ളൂ. നാളെ നമുക്കൊരു അവസരം നഷ്ടപ്പെടരുത് എന്നുള്ള കാര്യം കൊണ്ടാണ്. ഈവൻ ഈ ചാനൽ തുടങ്ങുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ പല ഫ്രണ്ട്സും നമ്മളോട് ആദ്യമേ റെക്കമെൻഡ് ചെയ്തത് ഇത് ചെയ്യരുത് എന്നാണ്. കാര്യം നിങ്ങൾ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ചെയ്യരുത് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും കൂടെ എനിക്ക് തോന്നുന്നു ചെയ്യുന്നവർ കുറവാണ്. അല്ലെങ്കിൽ ഇപ്പൊ വിരൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അതായത് ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് മൂവി റിവ്യൂസ് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ എന്നുള്ള എലമെന്റ് മാറ്റി ഡിസ്കഷൻ എന്നൊരു പേരിടാന്നുള്ള റീസൺ പോലും ആ ഒരു റീസൺ. നമ്മൾ സിനിമയെ ചർച്ച ചെയ്യുന്നു. അതെ, ചർച്ച ചെയ്യണം. ഇപ്പം നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ ഇത് പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ കാണണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഈ സിനിമ കാണണ്ട ഈ സിനിമ കാണാം എന്ന് പറയുന്ന ഒരു പരിപാടി അല്ലാതാക്കി മാറ്റിയത് ഇതുകൊണ്ടാണ്. ഇതാകുമ്പോൾ ഒരു പക്ഷേ ഇപ്പം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുള്ള പടത്തിൻ്റെ ഒരു ഡയറക്ടർ ആക്ച്വലി നമ്മൾ ആ പടത്തിനെ പറ്റി വളരെ നമുക്ക് വർക്കായില്ല. ആ പടത്തെ പറ്റി അതായത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ, നിങ്ങൾ കണ്ടില്ല. ആ പടത്തിൻ്റെ ഡയറക്ടർ ആക്ച്വലി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, പക്ഷേ ബാക്കിയുള്ള നിങ്ങൾ പറഞ്ഞ ഓവറോൾ പരിപാടി എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് ഈ ജോണുള്ള പടമായിരിക്കും എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ബ്രോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആക്ഷൻ പടമാണ്, ഡെഫിനറ്റ്ലി ആ പടം നിങ്ങൾക്ക് വർക്കാവുന്ന പോലത്തെ ഒരു പടമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അല്ലാതെ അതിന് പകരം എന്നെ വിളിച്ചിട്ട് നീ എന്ത് തരത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ലൈനിലല്ല അദ്ദേഹം സംസാരിച്ചത്. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് എനിക്ക് ആളെ മനസ്സിലായി. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ ഫസ്റ്റ് പടമൊക്കെയാണ്. അപ്പം പുള്ളിക്ക് ഈ പറയുന്ന പവർ കോക്കസ് ഒന്നും ഇല്ല അപ്പുറത്തെ സൈഡിൽ. ഇപ്പൊ ഈ കോക്കസ് ഉണ്ടെന്ന് പറയുന്നവരിലാണ് ഒരു കോക്കസ് ഉള്ളത്. ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ക്യൂരിയസ് ആയിരിക്കും റിവ്യൂവേഴ്സിന്റെ അവരാണ് ക്യൂരിയസ്. ഇപ്പൊ അവരോട് ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി വട്ടപ്പടം ഇത് കൊള്ളത്തില്ല ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ അവർ മൈൻഡ് ചെയ്തില്ലായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വർക്കായത് എന്ത് വർക്കായില്ല എന്നുള്ള സംഭവം പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കത് ആ ഒരു രീതിയിൽ പുള്ളി കോണ്ടാക്ട് ചെയ്തെന്ന് തോന്നുന്നു. സോ അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ ഈ ഫിൽം മേക്കേഴ്സ് ഈ കോക്കസ് ആണ് ഈ നെറേറ്റീവ് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ ഒരു കോക്കസ് ഒന്നും ഇല്ല. അതായത് അഭിപ്രായം പറയുകയാണ് ആൾക്കാർ. ഇപ്പോൾ പടം കണ്ടിട്ട് ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു വരുന്ന പടങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ഇറങ്ങിയ പള്ളിച്ചട്ടമ്പിയും പാട്രിയോട്ടിനും ആയിരുന്നു ഈ ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതെ, എനിക്ക് കുറച്ചുകൂടി പേട്രിയോട്ടിന്റെ റിവ്യൂസ് വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് മഹേഷ് നാരായണൻ അത് കഴിഞ്ഞിട്ട് വളരെ ആക്റ്റീവ്ലി സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂസും പോഡ്കാസ്റ്റിലൊക്കെ ഇരുന്നു. അപ്പം ഞാൻ പോലും പുള്ളിയുടെ എത്ര ഇന്റർവ്യൂസ് കണ്ടിട്ടില്ല. അല്ല, അപ്പൊ പുള്ളിയുടെ റീസണിങ് എന്ന് പറയുന്നത് ആളുകൾ മറ്റ് എലമെന്റ്സ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ലാലേട്ടന്റെ സെഗ്മെന്റ് ആണ്. അപ്പം എല്ലാ റിവ്യൂസും പുള്ളി കണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് ആ സെഗ്മെന്റിൽ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് വന്നു. ഇതിന്റെ റൈറ്റിംഗ് ശരിയല്ല. അപ്പം പുള്ളി അതിനെക്കുറിച്ചും ചർച്ച ചെയ്തില്ല. ഇത് എല്ലാവരും കൂടെ തകർക്കാൻ ശ്രമിച്ചു. ലാലേട്ടനെ സ്റ്റാറായി കാണാൻ മാത്രം ആഗ്രഹിക്കുന്നുണ്ടാണ് ഈ ഒപ്പീനിയൻ ഉണ്ടാകുന്നത്. അപ്പം അതെന്തോ ഈ റെസ്പോൺസിനെ ഫുള്ള് കേൾക്കാത്ത പോലത്തെ ഒരു ഫീൽ വരും. ഫുൾ റെസ്പോൺസ് എടുക്കാതെ അതിൽ മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഇപ്പൊ ലാലേട്ടനെ ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അതായത് ലാലേട്ടന്റെ ആ ഓറ അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ ഒരു സ്റ്റാർഡം എലമെന്റിനെ പടത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ഈ മരിച്ചു പോകുന്നതും ഒരുപാട് പേർക്ക് വർക്കായില്ല. എനിക്ക് മരിക്കുന്ന ഒരു വിഷയമല്ല, പക്ഷെ അതിന് അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് മരിക്കണം. ഇതിപ്പം നമ്മളിങ്ങനെ കുറച്ചു നേരം ലാലേട്ടൻ്റെ എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടു, പിന്നെ മരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ
പിന്നെ എന്തിന് ലാലേട്ടനെ കൊണ്ടുവരേണ്ടി വന്നു? അതായിരുന്നു പലരുടെയും ചോദ്യം. ഇനി നമ്മളുടെ ഇഷ്യൂ റൈറ്റിംഗിൽ മാത്രമാണ്. കാരണം നമ്മളൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തൊരു ഡെത്താണത്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഫുൾ എഫേർട്ടാണ്, നമ്മുടെ ലാലേട്ടനെയാണ് കാണുന്നത്. അപ്പം അതെ, നമുക്ക് ഇമോഷണൽ കണക്ഷന്റെ പകുതി കഴിഞ്ഞു. പകുതി അത്രയും, ബാക്കി പകുതി എഴുതിയാൽ മതി. അവർ ഫുൾ ആ ക്യാരക്ടറിനെ ഫുൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പകുതി ലാലേട്ടന്റെ കൂടെ. അതെ, ഇമോഷൻ, നമ്മുടെ ഒരു ഇമോഷൻ ഉണ്ട്, ലാലേട്ടൻ എന്നുള്ള ഇമോഷൻ. അതിന്റെ ഒപ്പം തന്നെ ആ ക്യാരക്ടർ റൈറ്റിംഗ് കൂടെ നല്ലതായിരുന്നെങ്കിലത്തേക്ക് ആ കഥാപാത്രത്തിന് നല്ലൊരു എൻഡിങ്, അത് നല്ല ചെറിയ ക്യാമിയോ ആണെങ്കിലും ഗംഭീര സാധനം. അത് ഇതിനു മുമ്പൊക്കെ എത്ര മറ്റേ നിരഞ്ജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ക്യാമിയാണ്. രണ്ട് സീനേ ഉള്ളൂ. അതിനൊരു ഇമോഷണലി ഇന്നും ആളുകൾ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മലയാളത്തിലെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് നല്ല ക്യാമിയോസിലൊന്നു പറഞ്ഞു. അപ്പം ഇത് റൈറ്റിങ്ങിന്റെ ആ സീൻ എന്താണ് നമ്മൾ കണ്ടത് അതിനെ ബേസ് ചെയ്തുള്ള റിവ്യൂസും ഉണ്ട്. അപ്പം അതിന്റെ ഒരു റെസ്പോൺസ്, ഇപ്പം മഹേഷ് നാരായണൻ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിനകത്ത് ഓക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ വന്നു, ഇതിലേ നമുക്ക് വർക്ക്, ആ ഒരു റെസ്പോൺസ് ഞാൻ കണ്ടില്ല. അത് പുള്ളിയുടെ റെസ്പോൺസ് എപ്പോഴും ഈ പറയുന്നത് സ്റ്റാർ ആയിട്ട് കാണാൻ വന്നവർ ഡിസപ്പോയിന്റഡ് ആയി, ബാക്കി ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്തു, അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല. നമ്മളെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള റിവ്യൂസ് ഉണ്ട്, ഒരുപാട് പേരുടെ നമ്മൾ വായിക്കുന്നതാണ്. അതിന്റെ ഒരു റെസ്പോൺസ് അല്ല നമ്മൾ. അതായത് പുള്ളി അതിൽ പറഞ്ഞിരുന്ന ആ എലമെന്റുകളോ അതിനകത്ത് പുള്ളി വെച്ചിരുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസ്, ക്യാരക്ടേഴ്സിന്റെ റെഫറൻസുകളൊക്കെ പുള്ളി ഉപയോഗിച്ചിരുന്നതിനെ പറ്റിയൊക്കെ, അതിനെപ്പറ്റിയൊന്നും ആൾക്കാർ അധികം ചർച്ച ചെയ്യുന്നില്ല. കൂടുതലും ഇത് ഒരു സ്റ്റാർ വെഹിക്കിൾ പടത്തിനെ അവരെങ്ങനെയാണോ കാണാൻ പോയിരിക്കുന്നത് അതുപോലെ അപ്രോച്ച് ചെയ്തു എന്നുള്ള ലൈനിലാണ് പുള്ളിയുടെ. അതിനൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ എപ്പോഴും ഒരു പടത്തിന്റെ ഈ റിവ്യൂസോ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ആണ് റിവ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് പോയി അതാണോ എനിക്ക് കിട്ടിയത്, അതിന് മേലെയാണോ താഴെയാണോ അത് അതേപോലെ കീപ്പ് ചെയ്തു, ഈ സാധനമാണ് ബേസിക്കലി റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ക്രാഫ്റ്റ് ഇതൊക്കെ വരും. പക്ഷേ ഈ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഇവർ തന്നെ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്ത എല്ലാ ടൂളും ഈ സ്റ്റാർസാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റാർസ് എല്ലാം കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. മറ്റേ നെറ്റ്ഫ്ലിക്സിന് അത് ഒരു റൗണ്ട് ടേബിൾ ആണ്, ഹോട്ട്സ്റ്റാറിൽ ഇത്രയും സ്റ്റാർസ് ഞങ്ങൾ ഒരു പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ലൈനിലുള്ള, ചില പുള്ളിക്ക് അധികം സെയിലായിരിക്കും, അതൊക്കെ പ്രൊഡ്യൂസറിന്റെ സൈഡിലുള്ള പരിപാടികളായിരിക്കും. പക്ഷേ എന്നാലും ഇവരൊക്കെ ഇത്രയും വർഷങ്ങൾ, 18 വർഷം ഇത്രയും, അങ്ങനെ ഒരു കണക്കാണ് ഒരുപാട് മാർക്കറ്റിങ്ങിൽ വന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ പോയിരുന്ന് കഥ മാത്രം കണ്ടാൽ മതി, സ്റ്റാറിനെ നോക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ പുഷ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോലെ കുറച്ച് പേര് ഈ മഹേഷ് നാരായണൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് നല്ല റൈറ്റിംഗ് ആയിരിക്കും, നല്ല കഥയായിരിക്കും, അതെ, ഹീറ്റ് പോലുള്ള പടം എന്നൊക്കെ നമ്മൾ അല്ല. ഇത് ആക്ച്വലി ഇപ്പം നമ്മൾ മഹേഷ് നാരായണന് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ അറിയാതെ ഡയറക്ടറൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഇതിനുള്ള ടേക്ക് ഓഫ് ആണെങ്കിലും മാലിക്കൊക്കെ എടുത്താലും നമുക്ക് അറിയാം. അതെ, സിയൂസൺ പോലിനകത്ത് നമ്മൾ കണ്ടാൽ നമുക്കത് ആ പടമായിട്ട് കണക്ട് ആവാൻ നമുക്കൊരു ഇതുണ്ട്. അത് പുള്ളിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അതിലൊക്കെ പുള്ളി ക്രാഫ്റ്റ്മാൻ ആണ്. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ മഹേഷ് നാരായണൻ്റെ ഇത്രയും വലിയൊരു പടമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കൊരു വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുള്ളിയെ നമുക്കറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമകൾ നമ്മൾ ആസ്വദിച്ചുള്ളതുകൊണ്ട് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പുള്ളി ഒരിക്കലും ഈ സ്റ്റാർ ഡ്രിവൺ പടം ചെയ്യാനുള്ള പരിപാടി അല്ല എന്ന് നമുക്കും അറിയാം. നമ്മളതിനെ കാണാൻ പോയതും അങ്ങനത്തെ ഒരു സിനിമയായിട്ടല്ല. അതെ, നമ്മളുടെ എക്സൈറ്റ്മെന്റ് ആക്ച്വലി നേരെ തിരിച്ചല്ല. നമുക്ക് സ്റ്റാർ വെഹിക്കിൾ വേണ്ട. സ്റ്റാർ വെഹിക്കിൾ ഈ തമിഴിലും എല്ലായിടത്തും വരുന്നത് സ്റ്റാർ വെഹിക്കിൾസ് ആണ്. അപ്പൊ നമുക്കത് വേണ്ട. നമുക്കൊരു ജെന്യുവൻലി ത്രില്ലിംഗ് പടത്തിനകത്ത് ഇവരെയൊക്കെ കാണുന്നു, ഇവരെ ക്യാരക്ടേഴ്സ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ ബാലൻസ് തെറ്റിയതാണ്. സെക്കൻഡ് ഹാഫിൽ സ്റ്റാർ ആയി ഈ പറയുന്ന ഇവർ കൈ കൊടുക്കുന്നതും അവർ തമ്മിലും ചർച്ച, അതായത് അസ്ഥാനത്ത് മറ്റേ വണ്ടിക്കകത്തിരുന്ന് നീ മരിക്കുന്നു ഞാൻ മരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇതൊന്നും ഈ പടത്തിന്റെ സ്റ്റോറി പടത്തിന്റെ പേസിങ്ങിനെ ബാധിക്കുന്ന ലൈൻ ഓഫ് കുറച്ചധികം സംഭവങ്ങൾ. കാര്യം ഫസ്റ്റ് ഹാഫിൽ ഇതിങ്ങനെ ആ പരിപാടി തുടങ്ങിയ ഒരു പോയിന്റ് ഇങ്ങനെ പടം പോയ ഇന്റർവൽ പോയിന്റിൽ എത്തുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്കെ ഒരു പോയിന്റ് കൊണ്ട് നിർത്തുവാണ്. എക്സ്ട്രീംലി എക്സൈറ്റിംഗ് അല്ലെങ്കിലും ഒരു ജെന്വിൻ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മളത് കുറച്ച് അതിന്റെ പേസിങ്ങും സ്റ്റീമും ഒക്കെ ലൂസ് ചെയ്തിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ വല്ലാതെ സങ്കടം വരുന്ന ഈ പറയുന്ന റഹീം എന്ന ആളിന്റെ ഡെത്തിലാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ കാര്യം പറഞ്ഞത്, അതായത് ഇപ്പോൾ അവരുടെ സിനിമാ പ്രവർത്തകർ ഈ റിവ്യൂസ് ആണ് ആ സിനിമയ്ക്ക് ഇത്രയും വലിയ നഷ്ടം ഉണ്ടാക്കാൻ കാരണമായെന്ന് ചോദിച്ചാൽ അത് റിവ്യൂസ് മാത്രമല്ല. കാര്യം അത് റിവ്യൂസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫസ്റ്റ് റെസ്പോൺസ് മാത്രമാവുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് മമ്മൂട്ടിയിലെ ലാലേട്ടൻ്റെ ഒരു പടമായിട്ടില്ലേ, അതിൻ്റെ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ ഈ പടം തിയേറ്ററിൽ പോയി കാണണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഒരു ചെറിയ പടമാണെങ്കിൽ ഒരു പക്ഷേ ആ ഡിസിഷനിലേക്ക് കുറച്ച് പേര് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പടത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഭയങ്കര കുറവാണ്.
ഇൻഫാക്ട് ആ പടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് പടത്തിന് സംഭവിക്കുന്ന പോലെ ഇനിഷ്യലി നമ്മളൊരു റിവ്യൂവിലൊരു ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് റിവ്യൂസിലൊക്കെ വന്നൊരു പടമാണ് ഈ അതിരടി. പക്ഷെ അത് കണ്ടിട്ട് ആ എക്സ്പെക്ടേഷന് തിയേറ്ററിൽ പോയിട്ട് ഡിസപ്പോയിന്റഡ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആക്ച്വലി പേഴ്സണലി അവരുടെ ഇൻസ്റ്റ ഐഡിയിൽ നിന്ന് അവർ തന്നെ വീഡിയോസ് അങ്ങനെ സംഭവിക്കും. ഇവർ റിവ്യൂസ് നല്ലതെന്ന് പറഞ്ഞ് ഇവർ പോയി കണ്ടിട്ട് ആ നല്ലത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒപ്പീനിയൻ ഫോം ചെയ്യാവുന്ന തലച്ചോറുള്ളവരാണ് നമ്മുടെ കേരളത്തിൽ അറ്റ്ലീസ്റ്റ്. അതുപോലെ തന്നെ പേട്രിയറ്റിന് ഇനിഷ്യലി പടം ഒരു വാച്ചബിൾ മൂവി ആയിട്ട് പോലും ചില റിവ്യൂസിൽ കുറച്ചധികം ഹാർഷായിട്ട് അതിനെ വിമർശിച്ച് വല്ലാണ്ട് മോശം പടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓഡിയൻസ് ഈ റിവ്യൂസ് ഒക്കെ കണ്ട് തിയേറ്ററിൽ പോയിട്ട് ഇത് തകർക്കാനും മാത്രമുള്ള ഇല്ലല്ലോ, ഇത് നല്ല പടമാണല്ലോ, ഞാൻ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ റിവ്യൂസ് കുറച്ച് മിക്സ്ഡ് ആയിരുന്നു. നമ്മുടെ കമന്റിൽ തന്നെ ഇത് ഞാൻ എൻജോയ് ചെയ്തു, എനിക്ക് വാച്ചബിൾ ആയിട്ട് തോന്നി എന്ന് പറഞ്ഞ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അപ്പം ഈ റിവ്യൂസിന്റെ ബാധിക്കുന്നുണ്ടെങ്കിലും അത് മാത്രം അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെ, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനെയുള്ള ചില കേസിൽ പോസിറ്റീവ് ആവും. അപ്പം പടം ആവറേജ് ആണെങ്കിൽ തന്നെ ഈ ആദ്യത്തെ ഒരു ഇമ്പാക്ട് എക്സ്പെക്ടേഷൻ ഓവർ ചെയ്തിട്ട് കയറും. പിന്നെ കാണുന്ന ആൾക്കാർക്ക് അത്ര പ്രശ്നമില്ലല്ലോ, ഇത് വാച്ചബിൾ പടമാണല്ലോ. ഒടിയനില്ല ലാസ്റ്റ് ഈ ഒരു സാധനം, എസ്പെഷ്യലി ഫാമിലീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടിയന് ആ ഒരു ഇതുണ്ടായി. അതെ, ഞാൻ ഒടിയനിൽ ഒരുപാട് റിവ്യൂസ് കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് തകർക്കപ്പെട്ടൊരു സിനിമയാണല്ലോ. ഞാൻ ടി വിയിലൊക്കെ വന്നപ്പോൾ കണ്ടപ്പോൾ ഇത് വലിയ സീൻ കുഴപ്പമില്ലോ, കണ്ടിരിക്കാമല്ലോ, രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ബാക്ക് സ്റ്റോറി ഇല്ല, നമ്മുടെ ഈ പ്രൊമോഷനും മാർക്കറ്റിങ്ങിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ല. അവർ ഒടിയെന്ന് പറഞ്ഞ പടം ഇറങ്ങി അത് കുറേ പടമാണെന്ന് പറഞ്ഞിട്ട് കണ്ടു നോക്കുമ്പോൾ ഇത് നല്ല പടമാണല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇവൻ്റെ ശ്രീകുമാർ മേനോൻ്റെ ഇൻ്റർവ്യൂ അത് കണ്ടിട്ട് അതായത് ഇപ്പോൾ സിനിമ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് സോഷ്യൽ മീഡിയ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നവർ ഈ പ്രൊമോഷണൽ മെറ്റീരിയൽസ് പലതും അവരുടെ കണ്ണിൽ പെട്ടു പോകുന്നുണ്ട്. ലാലേട്ടൻ്റെ മമ്മൂക്കയെ കൊണ്ട് ഒരു പടത്തിൽ അഭിനയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ കണ്ടാൽ അവരുടെ മനസ്സിൽ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നുള്ള സംഭവം വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട പടങ്ങളുടെ എല്ലാത്തിനും ഒരു ഫ്ലാഷസ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ കാണുന്ന പ്രൊമോഷൻ മെറ്റീരിയൽ എന്തൊക്കെയാണോ അത് വെച്ച് ഇവരുടെ ഉള്ളിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് വെച്ച് ഇവർ പോയി കാണുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ പോയി കാണുന്ന ആൾക്കാരായിരിക്കില്ല ചിലപ്പോൾ അത് ചിലപ്പോൾ അവർ എന്താ വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്താ റിവ്യൂ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് സിനിമയുടെ റിവ്യൂ നോക്കിയിട്ട് നമുക്ക് പടത്തിന് പോകാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവർ പലരും ഈ പറഞ്ഞ വെയിറ്റ് ചെയ്യും. എന്തിനാ അപ്പോൾ വീഡിയോ ഡിലേ ആകുമ്പോൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾ കണ്ടില്ലേ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താ അതിൻ്റെ അഭിപ്രായം നേരത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണം, ഞാനിത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതായിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പോയി കണ്ടാലേ അറിയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. പക്ഷേ സ്റ്റിൽ അവർ വെയിറ്റ് ചെയ്യുക എന്തിനാ. എന്നിട്ട് അവരപ്പം പറയും നമ്മൾ കണ്ട വീഡിയോസിലെല്ലാം കുറച്ച് നെഗറ്റീവ് ഇതാണല്ലോ, അപ്പോൾ ഈ സിനിമ കാണണ്ട, ഞാൻ OTT വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ ലൈനിലേക്ക് ഇപ്പം നമുക്ക് സിനിമ കുറച്ചധികം നമ്മൾ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഈ പടങ്ങളിൽ ഭൂരിഭാഗം ഇപ്പം എന്നൊക്കെ കൂടുതൽ ഭൂരിഭാഗം ഫസ്റ്റ് ഡേ കാണണം. അത് നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ആ ഡേ വെയിറ്റ് ചെയ്ത് അന്ന് പോയി കണ്ട് ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല, ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇപ്പം ഇവന് ചിലപ്പോൾ എല്ലാ പടങ്ങളും അങ്ങനെ ആയിരിക്കും. എനിക്ക് കുറച്ച് പടങ്ങളെ അങ്ങനെ ഇത് കണ്ട ആ പരിപാടി എനിക്ക് തീർക്കണം. ഇപ്പം നമ്മളിപ്പം 10 ദിവസം മുമ്പ് ദൃശ്യത്തിൻ്റെ ഒക്കെ ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കും. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ്ലി സ്പോയിലറും ഈ സാധനം ഉണ്ട്, അതൊരു വലിയ റീസണാണ്. എനിക്ക് സ്പോയിലർ ഒന്നും കേൾക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്ക് വെളുപ്പിനെ ഷോ ഉണ്ടെങ്കിൽ ഞാനത് കണ്ട പരിപാടിയൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. ഇനി എനിക്ക് സ്പോയിലർ തരാൻ ആർക്കും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തെ ഒരു എക്സ്ട്രീം ഉണ്ട്. ഇപ്പം വർഷത്തിൽ ഒരു 10 പടമേ കാണത്തുള്ളൂ. അത് ചുമ്മാ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇടാൻ നമുക്കൊരു പാർക്കിൽ പോയിരിക്കാം, അല്ലെങ്കിൽ ബീച്ചിൽ പോയിരിക്കുക എന്ന് പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോകാം. അപ്പോൾ അപ്പോഴാണ് എന്തൊക്കെ ഓടുന്നു എന്ന് തന്നെ അവർ അറിയുന്നത്. ഇവിടെ അവർ ചില ബുക്ക് മൈ ഷോയിൽ പോലും നോക്കത്തില്ല, നേരെ തിയേറ്ററിൽ ചെന്നിട്ട് അവിടെ വനിതാ വിനോദ പോലെ 4 ഷോയൊക്കെ ഒരുമിച്ച് ഓടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന PVRലൊക്കെ ചെന്ന് 9 ഷോ ഒരുമിച്ച് ഓടുന്നു, 10 ഷോ ഒരുമിച്ച് ഓടുന്നു. അതിൽ നിന്ന് ഒരു സാധനം സെലക്ട് ചെയ്ത് കാണും. അപ്പം അങ്ങനെയുള്ളൊരു ഓഡിയൻസിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ റിവ്യൂസോ ഇവരൊന്നും ബാധിക്കത്തുമില്ല. പടം കണ്ടിട്ട് പോപ്കോൺ കഴിച്ചിട്ട് അവർ ഇറങ്ങിയാൽ പോകും. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ പടത്തെ ഇത് കൊള്ളുവോ മോശം ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ. റഹീമിന്റെ റൈറ്റിംഗ് ശരിയായില്ലെന്നൊന്നും അവർ പറയത്തില്ല. കുറച്ചു നേരം ലാലനെ കണ്ടു, മമ്മൂക്കയെ കണ്ടു, എന്തോ ഒരു വൈറസ് കയറുന്ന സംഭവമൊക്കെ പറഞ്ഞു, ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? പാട്രിയറ്റ് എന്ന് ലാസ്റ്റ് മമ്മൂക്ക ഇങ്ങനെ പറയുന്നുണ്ടോ പാട്രിയറ്റ്, ഓക്കെ ഫൈൻ. അപ്പോൾ അവരുടെ ലൈഫിന്റെ പ്രയോറിറ്റീസിൽ ഈ സിനിമ വളരെ ചെറിയൊരു എലമെന്റാണ്. അപ്പം നമുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ മേജർ പാർട്ടാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾ അതിനകത്ത് ആ പടങ്ങൾ കാണാൻ ശ്രമിക്കുകയും അല്ലെ ഇതിനെപ്പറ്റിയുള്ള ഇതിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും എല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ
എസ്പെഷ്യലി മഹേഷ് തന്നാൻ്റെ ഈ പോഡ്കാസ്റ്റ് ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന 1-2 പോഡ്കാസ്റ്റ് ഞാൻ കണ്ടപ്പോഴും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എല്ലാത്തിലും വളരെ അതെനിക്ക് മനസ്സിലായില്ല. അതായത് വളരെ ഡയറക്റ്റായിട്ട് ഈ റിവ്യൂസ് കാണാറുണ്ടോ, ഈ റിവ്യൂസ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് എന്നുള്ളത്. ഇപ്പൊ ആ റിവ്യൂസിന്റെ പുള്ളിയുടെ അഭിപ്രായം നെഗറ്റീവ് ആയിരിക്കും എന്ന് പറയുന്ന പോലെയാണ് പുള്ളിയുടെ സിനിമയിൽ ആ റിവ്യൂസിന്റെ അഭിപ്രായം നെഗറ്റീവ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അതായത് ആ റിവ്യൂ കാണുമ്പോൾ അതിന് എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പുള്ളി പറയുന്ന ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആക്ച്വലി ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ പുള്ളിക്ക് അത് ഇഷ്ടമല്ല, തെറ്റാണെങ്കിൽ അതും പുള്ളിയുടെ റിവ്യൂ ആണ്. അത് പുള്ളിയുടെ ആ റിവ്യൂവിന്റെ റിവ്യൂ ആണ്. അതായത് അയാളുടെ ഭാഷ കുറച്ച് ഹാർഷാണ്, ഇതിൽ കൂടുതൽ ലൈറ്റായിട്ട് പറയാം. പുള്ളിയുടെ ഇരിപ്പ് ശരിയല്ല, പുള്ളി എന്നെ കൊഞ്ഞനം കുത്തി, പുള്ളി ഇന്ന വാക്ക് ഉപയോഗിച്ച് ശരിയല്ല, അത് പൊളിറ്റിക്കലി ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും ഒരു സാധനം കാണുമ്പോൾ. അതാണ് റിവ്യൂ, അത്രേ ഉള്ളൂ. അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് റിവ്യൂ പറയാം, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവരുടെ പ്രശ്നം നമുക്കറിയാൻ പറ്റും. അതായത് ആക്ച്വലി ഇത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അതെ. അപ്പോൾ ഈ റിവ്യൂസോ അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ മിക്സ്ഡ് റെസ്പോൺസോ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു എമൗണ്ടിലേക്ക് ഈ സിനിമ എത്താൻ ബുദ്ധിമുട്ടുമെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ ഇതുവരെ ആ സിനിമ 100 crore പാസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അങ്ങനെ ഒരു പോസ്റ്ററോ ഒരു അപ്ഡേറ്റ്സോ വന്നിട്ടില്ല പിന്നീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ബജറ്റ് എനിക്ക് തോന്നുന്നു 150 ആണോ 140 ആണോ സംതിങ് അത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല. 100+ ആണ് എന്തായാലും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് അച്ചീവ് ചെയ്യാൻ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ OTT റൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് ഉണ്ടാവാതിരിക്കാം നമുക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഡെഫിനറ്റ്ലി അവർക്ക് ഈ റിവ്യൂസും അല്ലെങ്കിൽ ഈ കണ്ട റെസ്പോൺസസും ഡെഫിനറ്റ്ലി അവരെ ബാധിക്കുന്നുണ്ടാവും. അതായത് അവരുദ്ദേശിക്കുന്ന ലെവലിലേക്ക് ഈ സിനിമയുടെ കളക്ഷൻ എത്തില്ല എന്നുള്ളൊരു ഭയം ഉണ്ടാകും. പിന്നെ പൊതുവെ ഈ ഫിലിം മേക്കേഴ്സിനൊരു വലിയ പേടിയുണ്ട് സിനിമ എന്ന മീഡിയം. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു അടുത്തൊരു 20-25 വർഷത്തിൽ സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പോലും പറയാൻ പറ്റില്ല. സിനിമ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോർമാറ്റിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇപ്പം എയുടെ വളർച്ച ഭയങ്കര സ്പീഡാണ്. നമുക്ക് ഇന്നിപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ അവർ തന്നെ എയിൽ ഭയങ്കര ഗംഭീര സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഫിലിം മേക്കേഴ്സിന് ഒരു ഭയമുണ്ട്. ഇത് ഈ എത്ര നാൾ നമുക്കിത് ഓടിക്കാൻ പറ്റും. അവർ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വലിയൊരു സിസ്റ്റം ഉണ്ടല്ലോ ഇതിന് പിന്നിൽ. അപ്പം ആ സിസ്റ്റത്തിൽ എത്ര നാൾ കൂടി ഇത് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇവർ ഒരു പടം എടുക്കണമെങ്കിൽ ഒരുപാട് പേര് ഒരുമിച്ച് വരണം. പക്ഷേ ഈ റിവ്യൂ അങ്ങനെയുള്ളൊരു കണ്ടന്റ് ഇപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസും കണ്ടന്റ് മേക്കേഴ്സാണ്, അല്ലെങ്കിൽ കണ്ടന്റ് മേക്കേഴ്സ് ആകാൻ ഒരു തീരുമാനം എടുത്താൽ മതി. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റും. അതിപ്പം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിലും ഇപ്പം എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച ഒരു അടുത്ത 5 മിനിറ്റിൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ. അത്ര ഈസി ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പം ലൈറ്റിംഗ് ഇല്ല, ലൊക്കേഷൻ ഇല്ല എന്നുള്ളതൊരു വിഷയമേ അല്ല. ഞങ്ങളുടെ ക്വാളിറ്റി പോലും ഒരു വിഷയം. അതെ, ഇപ്പം ഈ ചാനലിൽ ഇരിക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ ബാക്കിൽ ലൈറ്റും കത്തിച്ച് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയാം എന്ന് പറയുന്ന പോലെ ഒരുപാട് പേര് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് പൊതുവെ ഒരു ഡിസ്കണക്ഷൻ. ചേട്ടാ, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംഭവം അതിനെ വളരെ സിമ്പിളായിട്ട് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാധനം അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഒരു സങ്കടമോ വിഷമോ ദേഷ്യമൊക്കെ വരും. അല്ല, അത് സ്വാഭാവികമായിട്ട് അവർ അത്ര നാൾ വർക്ക് ചെയ്തതും അതിനകത്തിട്ട് എഫേർട്ടും എല്ലാം ആലോചിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഓപ്പോസിറ്റ് ആണ്. രണ്ട് മീഡിയത്തിന്റെ സ്ട്രഗിളാണ്. ഇപ്പം സിനിമ എന്ന മീഡിയ അത്രയും എഫേർട്ട് ഇടണം. അപ്പം ആ മീഡിയ എത്ര നാൾ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇപ്പം അറിയാത്ത പോലെയാണ്. ഈ എയിലൊക്കെ ചില സാധനങ്ങളൊക്കെ ലേറ്റസ്റ്റ് വരുന്നത് കാണുമ്പോൾ അതൊരു പ്രോംപ്റ്റും 10 മിനിറ്റും കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ചെയ്യാന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത് വളരെ സിമ്പിളായിട്ട് അപ്പം നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് എന്തിനു ചെയ്യണമെന്ന് അടുത്ത തലമുറ, ഇപ്പം നമുക്ക് പോലും സിനിമ എടുക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ അടുത്ത തലമുറയ്ക്ക് അത്രയും ആഗ്രഹം സിനിമയോട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അവര് എനിക്ക് തോന്നുന്നു, അതായത് നമുക്കൊരു കൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു ഈസി വേ എന്റെ തലച്ചോറിലുള്ള സാധനം വളരെ ഈസി ആയിട്ട് എനിക്ക് തന്നെ ചെയ്തെടുക്കും. പിന്നെ ഞാൻ എന്തിനാ ഈ 10-25 പേരെ വിളിച്ചു വരുത്തി ആ ആശയം ഇനിഷ്യൽ വേർഷനിൽ നിന്ന് വളരെ ഡിഫറെന്റ് ഒരു വേർഷൻ ആയിരിക്കും 25 പേര് വരും. ഇത്ര ആൾക്കാർ വന്ന് അവരുടെ ഐഡിയാസും എല്ലാം കൂടെ വന്ന് നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഇതുണ്ടാവും. ഇത് നമ്മൾ മനസ്സിൽ കാണുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മൾ തന്നെ ഡിസിഷൻ മേക്കർ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട്സുകൾ പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എയുടെ വളർച്ചയോടെ. അപ്പം ഇനി സിനിമയുടെ കാലയളവും കുറഞ്ഞു. ഇപ്പം നമ്മൾ 10 കോടി ഇട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ തിരിച്ചു പിടിക്കണം എന്നുള്ള സാധനം വരും. അപ്പം ഈ 2 ആഴ്ച ടൈറ്റ് ഷെഡ്യൂളിനകത്ത് ഒരു റിവ്യൂ വന്ന് അത് വീണ്ടും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ന്യായമായിട്ടും അവർക്കൊരു ഇതുണ്ടാവും. പക്ഷെ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഇപ്പം വരുന്ന രീതിക്കല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതായത്
സങ്കടം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പുറത്തെ വോയിസിനെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ല. അല്ല അത് ആക്ച്വലി ഇപ്പം ഇത് ഐറോണിക്കലി ആ പടത്തിൽ സംസാരിക്കുന്നത് ജനങ്ങളുടെ വോയിസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് എന്റിറ്റിയെ കുറിച്ചാണ്. എന്നിട്ട് അതും അതിന്റെ ഫിൽം മേക്കേഴ്സ് തന്നെ അഭിപ്രായം വരുമ്പോഴത്തേക്കും അത് നിങ്ങളെന്താ അഭിപ്രായം? അല്ല അത് ആക്ച്വലി പലരും പറയുന്നുണ്ട്, അതായത് ഈ റിവ്യൂസിനെ കുറ്റം പറയുന്നതിന് പകരം നിങ്ങളുടെ നല്ല സിനിമ എടുക്കും എന്നുള്ളത്. ഈ നല്ല സിനിമ എടുക്കുക എന്നുള്ളത് സംഭവം അങ്ങനൊന്നുമില്ല. അതായത് ഇത് നല്ലതാണ് എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടും അവരതിൽ വിശ്വസിക്കുന്നതുകൊണ്ടുമാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഇത് മറ്റൊരാൾ കാണുമ്പോൾ അയാൾക്കത് നല്ലതായിട്ട് തോന്നുന്നില്ല എന്നതാണ് വ്യത്യാസം. അതെ, ഇപ്പം മഹേഷ് നാരായണൻ പുള്ളിക്ക് കറക്റ്റെന്ന് തോന്നുന്ന കുറേ സംഭവങ്ങൾ എഴുതിയ ഒരു സംഭവം വിടുവാണ്. അപ്പം ഇതിനകത്ത് എപ്പോഴും 2 പാർട്ടീസ് ഇൻവോൾവ് ആണ്. ഇതിപ്പം മേക്ക് ചെയ്യുന്ന ആൾ മേക്ക് ചെയ്തിട്ട് വീട്ടിൽ ഇരുന്ന് കാണുമല്ലോ. അപ്പോൾ അത് മേക്ക് ചെയ്യുന്ന ആളും അത് റിസീവ് ചെയ്യുന്ന ആളും ഇൻവോൾവ് ആണ്. അപ്പം ഇവർ രണ്ടുപേരുടെ ഇത് കാണുമ്പോൾ ഉള്ള അഭിപ്രായം വാലിഡാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതും വാലിഡാണ്. അതെ, അത് ബേസിക്കലി ഈ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുക, ഇതിങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നശിപ്പിക്കാൻ മറ്റൊന്നെന്നുള്ള ലൈനല്ല. ഇത് രണ്ടും ഇങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നാലേ അല്ലാതെ റിവ്യൂസ് ഞാനെപ്പോഴും അല്ല, റിവ്യൂസ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നാളെ ഒരു ദിവസം മുതൽ നമുക്ക് ഒരാളും ഫേസ്ബുക്കിൽ എഴുതിയിടുന്നില്ല, യൂട്യൂബിൽ വീഡിയോസ് ഇല്ല. സിനിമ ഇറങ്ങുന്നതിനെ പറ്റി ഈ സിനിമാക്കാർ ചെയ്യുന്ന പ്രൊമോഷൻ വർക്ക്സ് ഉണ്ടാവില്ല, കൈൻഡ് ഓഫ് ഈ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞ് അവർ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും ഉണ്ടാവില്ല. അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ ആൾക്കോട്ട് ചോദിക്കില്ല എങ്ങനെ ഉണ്ട് ചേട്ടാ എന്ന് ചോദിക്കുന്ന ആ റെസ്പോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ, അതായത് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം ആൾക്കാർ, ഫാമിലി ഉള്ള ആൾക്കാർ, ഈ സിനിമ എന്നുള്ളത് പ്രയോറിറ്റി ലിസ്റ്റിൽ വളരെ താഴെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പടം OTT വരട്ടെ. അവർ പലപ്പോഴും ഈ സിനിമയെപ്പറ്റി അറിയുന്നത് പോലും വളരെ ലേറ്റായിട്ടായിരിക്കും. അതായത് ഈ അശ്വന്ത് ഗോക്കിൻ്റെ കാര്യം പറയുന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളി ഒരു പടം ആൾക്കാർ അധികം അറിയാത്തൊരു സിനിമ പുള്ളി റിവ്യൂ ചെയ്തുകൊണ്ട് മാത്രം അതിന് 4 പേർ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ റിവ്യൂസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ ഇറങ്ങും, അതിന് ഈ സിനിമ ഫോളോ ചെയ്യുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ ഇനിഷ്യൽ ഇതുണ്ടാവും. പക്ഷേ ഇവരുടെ റെസ്പോൺസ് എന്താണെന്ന് ആരും അറിയുന്നില്ല. ആ തിയേറ്ററിൻ്റെ വാതിക്കൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരോട് ചോദിക്കുന്നതായതുണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ കൊള്ളത്തില്ല. അപ്പോൾ ആ 10 പേരോട് ചോദിക്കണം, 10 പേരിൽ 8 പേരെന്താണ് ഒരേ അഭിപ്രായം പറഞ്ഞാൽ അതായിരിക്കും ആ സിനിമയുടെ. അത് വേണമെങ്കിൽ ഒരു കോക്കസ് എന്ന് പറയാം. ഇറങ്ങി വരുന്ന 8 പേരിൽ എത്ര പേരാണ് ജെനുവിൻ ആയിട്ട് വരുന്നത്? അതെ, ടിക്കറ്റ് കാശ് കൊടുത്ത് അല്ല ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ആ റെസ്പോൺസ് സിനിമാക്കാർ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ ആരും ചെയ്യുന്നില്ല, ഇത് റിവ്യൂ ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമാക്കാർക്ക് തന്നെ ആൾക്കാരെ കയറ്റല്ലോ. ഈ സിനിമ കയറ്റുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഇപ്പം നമ്മൾ ഉൾപ്പെടെ ഫ്രീ ടിക്കറ്റിൽ സിനിമ കാണാൻ കയറിയിട്ടുണ്ട്. പല പടങ്ങളും ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു. അതായത് എനിക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്കെപ്പോഴും വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ഫ്രീ ടിക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ സംബന്ധിച്ചറിയാം ഈ സിനിമ അത്ര വർക്കാവുന്ന പടമല്ല. പക്ഷേ എനിക്ക് ബേസിക്കലി തിയേറ്ററിൽ പോയിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയിരിക്കും. ഈ 2.5 മണിക്കൂർ മോശം പടമാണെങ്കിലും ഞാൻ പോയി തിയേറ്ററിൽ ഇരിക്കാറുണ്ട്. AC ഇരുന്ന് ഇങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആലോചിക്കും ഇതെന്ത് മോശം പടമാണ്. പക്ഷേ നമ്മൾ പൈസ മുടക്കി കാണാത്തടത്തോളം നമുക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല. എൻ്റെ ഒരു 2.5 മണിക്കൂർ പോയല്ലോ, അയ്യോ ഈ സമയം എനിക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാനങ്ങനെ ചിന്തിക്കുന്നതല്ല. എനിക്ക് ബേസിക്കലി സമയം കളയുന്നതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചുമ്മാ ആ 2.5 മണിക്കൂർ ഞാൻ അവിടെ സിനിമ തിയേറ്ററിൽ പോയിരുന്നില്ല, ഞാൻ പിന്നെ വെറുതെ ചുമ്മാ കുത്തിയിരിക്കുകയായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ നിന്നൊരു പടം കണ്ടു, അന്നേ ഉള്ളൂ. അതുപോലെ ആയിരിക്കത്തില്ലല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ സിനിമാക്കാർ തന്നെ ഈ പറഞ്ഞ പോലെ ഈ പൈസ ഇറക്കി ഈ ആൾക്കാരെ കൊണ്ട് പടം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റിവ്യൂസ് ഇല്ലാതെ തിയേറ്റർ റെസ്പോൺസ് മാത്രം സിനിമാക്കാർ, അതും സിനിമാക്കാരല്ല PR വർക്കായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് പരിപാടിയിലാണ് ഇതെല്ലാം പെട്ടുപോകുന്നത്. ഈ സിനിമാക്കാരോട് ഇത് പറയാൻ അതായത് അവരാണ് ഈ റിവ്യൂസിന്റെയും സിനിമാക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു PR നമ്മൾ വിളിക്കുന്നതാണ്. അതിനകത്ത് പല സാധനങ്ങളുണ്ട്, ഒരുപാട് വേറെ അതിനകത്തുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് PR എന്നങ്ങ് വിളിക്കുവാണ്. ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് ഞാൻ ഈയിടെ കുറച്ച് സിനിമാ ഗ്രൂപ്പുകളിൽ വായിച്ചാണ് ഈ വെർട്ടിക്കൽ കണ്ടന്റ് അല്ലേ, റീൽസ് പോലത്തെ. അതിപ്പം 10 എപ്പിസോഡൊക്കെ ഒരുമിച്ച് അങ്ങ് ഇറക്കി വിടും, ഓരോ മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഒക്കെ ഉള്ളൂ. ഇതിൻ്റെ കഥകളൊക്കെ ഒരു 10 സീരീസ് എടുത്താൽ എല്ലാത്തിൻ്റെ കഥ സെയിമാണ്. അതായത് ഈയിടെ വായിച്ചൊരു സംഭവമാണ്, ഒരു പണക്കാരനായ CEO
പുള്ളിയുടെ ഓഫീസിൽ വേഷം മാറി വരുന്നു. അപ്പോൾ എല്ലാവരും പുള്ളിയോട് മോശമായി പെരുമാറുന്നു. ലാസ്റ്റ് ഞാൻ റിവീൽ ഞാനാടാ CEO, നിന്നെയൊക്കെ പിരിച്ചുവിട്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അങ്ങനെ തന്നെ വേണോടാ നിനക്കൊക്കെ, അത് മതി ആളുകൾക്ക്. എല്ലാത്തിൻ്റെ കഥ ഒന്നായാലും അവർക്ക് വിഷയമല്ല. അപ്പം അങ്ങനെ ആളുകൾ അതുപോലെ എൻജോയ്, അതിനെന്തോ ആ ഇൻഡസ്ട്രി ഭയങ്കര പേസിലാണ് വളരുന്നത്. പറയുന്നത് ബേസിക്കലി നമ്മുടെ റീലും ഷോർട്സും അല്ലത്. ഇപ്പൊ നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ ചില വളരെ ചെറിയ OTT പ്ലാറ്റ്ഫോം മീഡിയം സ്പ്ലിറ്റ് ആയി. ഈ നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്ന സാധനം ഒരുപാട് അങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് പലതരം സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞപ്പോ MX പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ MX പ്ലെയറിനകത്ത് സീരീസ് നടക്കാറുണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 10-50 സീരീസ് അത് നടക്കാറുണ്ട്. MX പ്ലെയർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ വീഡിയോ പ്ലെയർ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏത് മൊബൈൽ ഫോണിൽ. ഇപ്പോൾ അതൊരു OTT പ്ലാറ്റ്ഫോമായിട്ട് മാറി. അതിനകത്ത് കണ്ടന്റുകൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവരൊരുപാട് സിനിമകൾ അവർ ഹയർ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഇപ്പം നമ്മുടെ ഹോട്ട്സ്റ്റാർ മൊബൈൽ ആപ്പ് എടുത്ത് അതിനകത്ത് തന്നെ തടക്കയോ തമാശ അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി റീൽ കണ്ടന്റ്. ആമസോണിൽ റീൽ കണ്ടന്റ് അല്ല, ചെറിയ വളരെ ലെങ്ത് കുറഞ്ഞ ഒരുപാട് എപ്പിസോഡ്സ് ഉള്ള ചെറിയ വെബ് സീരീസുകളിൽ ലോ ക്വാളിറ്റി മൈക്രോ സീരീസ് ആ ഒരു ഇൻഡസ്ട്രി ഭയങ്കര ഗ്രോത്ത് ആന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് സമയമില്ല എന്ന് പറയുന്നവർക്ക് നിങ്ങൾ 10 മിനിറ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നാൽ നിങ്ങളൊരു കഥ പറഞ്ഞ് പുള്ളിരാക്കി വിടാന്ന് പറയുന്ന പോലെ അങ്ങനെയും കണ്ടന്റ് വരുവാണ്. ഏത് സമയത്തും ഏത് ടൈം ഫ്രെയിമാണോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അതിലേക്ക് നമ്മളൊരു കണ്ടന്റ് വെച്ച് നീട്ടാമെന്നുള്ള. അപ്പം ഈ സിനിമ എന്ന മീഡിയം, ഈ 3.5 മണിക്കൂർ 4 മണിക്കൂർ 2.5 മണിക്കൂറുള്ള മീഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതിരിക്കുന്നതാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു ഭയം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർക്ക് മുമ്പിൽ വരുന്ന ഓരോ മുൾത്തിരി ഓരോ സാധനങ്ങളും അവർക്ക് ഭയമാണ്. ഇപ്പം ഈ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസർ റിവ്യൂവർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കോക്കണ്ണൻ്റെ റിവ്യൂ ആണ്. അപ്പം പുള്ളിയുടെ ഭയങ്കര ഈ കുറുക്കി കൊള്ളുന്ന പോലെ, പുള്ളി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പെയ്ഡ് റിവ്യൂ ആണെന്ന്, പക്ഷേ പുള്ളിക്കൊരു സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഒരു കുറുക്കി കൊള്ളുന്ന പോലത്തെ ഒരു പുള്ളി പലപ്പോഴും ഉപയോഗിക്കുന്ന വേർഡ് ലാംഗ്വേജ് കുറച്ച് ഹാർഷാണ്. അപ്പം ചില ആൾക്കാരെ അത് ഹെർട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി അത് സംഭവിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയമില്ലാതെ പുള്ളി തുറന്നങ്ങ് അടിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ അത് ഇപ്പം നമ്മളൊരാൾ മയത്തിലേക്ക് ഒരു പക്ഷെ പറഞ്ഞാൽ ചിലപ്പം ഒരാൾ കേട്ടെന്ന് വരും. ഇങ്ങനെ കേൾക്കുമ്പം എന്തോ നമ്മളൊന്ന് ദേഷ്യമുള്ള പോലെ പറയുന്ന പോലത്തെ ഒരു ഫീല് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പം അത് പുള്ളിയുടെ ആ ചാനലിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഏതാ ആ ടൈപ്പ്. കാരണം തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഈ അശ്വന്ത് ഗോക്ക് സിനിമകൾ കണ്ടിട്ട് പോസിറ്റീവ് റെസ്പോൺസ് മൾട്ടിപ്പിൾ പറയും. അതായത് അതിനകത്ത് ഇതുപോലത്തെ വേർഡിങ് ഉപയോഗിക്കാതെ കുറച്ചുകൂടെ മയത്തിൽ പുള്ളി സംസാരിച്ച് കുറച്ച് ആ സമയത്ത് അണ്ണൻ ഫീൽഡ് ഔട്ടായി എന്ന് പറഞ്ഞ് കമൻറ്റ് വരും. അണ്ണൻ ഫീൽഡ് ഔട്ടായി. പിന്നീട് പുള്ളി വീണ്ടും ഈ സോണിലേക്ക് വരുമ്പോൾ കൊക്കണ്ണനെ തിരിച്ചു വരുമെന്ന് പറയും. എന്നിട്ട് ഇപ്പോൾ പുള്ളിയുടെ പോസിറ്റീവ് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ക്യാഷ് ഓവർ ചെയ്തു പറയും. എനിക്കിത് മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ സിനിമാക്കാരുടെ സൈഡിൽ നിന്നുള്ള ഭയം ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ യൂട്യൂബേഴ്സിൻ്റെ സൈഡിലൊരു ഭയമുണ്ട്. അതായത് ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം എപ്പോഴും റിവാർഡ് ചെയ്യുന്നത് ഈ റേജ് ബെയ്റ്റ് കണ്ടന്റ് ആണ്. അതായത് ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കൊളുത്തിട്ട് എന്തോ അതിന് പറയുന്നത് ഇര പിടിക്കാൻ ഇടുന്ന സാധനം. അപ്പോൾ അത് ഓഡിയൻസിനെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ പോലും ഇനിഷ്യൽ ഫേസിൽ ഇപ്പോഴും അത് അവിടെ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിഷ്യൽ ഫേസിൽ നമ്മൾ ഈ തംബ്നെയിൽ എന്ത് വെക്കണമെന്ന് കുറച്ചധികം നേരെ ഇരുന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും ക്ലിക്ക് വീഴുന്നില്ല. അത് പലപ്പോഴും നമ്മൾ ഈ ചിന്തയുണ്ടല്ലോ നമുക്ക്. അതായത് നമുക്ക് ഈ റേജ് ബെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യാന്നറിയാം. പക്ഷെ അത് നമുക്ക് പലപ്പോഴും കുറച്ച് ഹാർഷായിട്ടുള്ള കമന്റ്സ് വരാനും നമ്മുടെ കണ്ടന്റിൽ അത് ചിലപ്പോൾ കാണത്തില്ല. ക്ലിക്ക് വീഴാൻ വേണ്ടി നമ്മൾ തംബ്നെയിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഇത്രയും കുഞ്ഞു ചാനലായിട്ട് പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം അത്രയും വ്യൂവർഷിപ്പ് ഫസ്റ്റ് ഡേ വരുമെന്ന് ആഗ്രഹിക്കുന്നല്ല വരുമെന്നുള്ളൊരു ചാനൽ ആ വ്യൂവർഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കും. അത് നല്ലത്, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് പിന്നെ പറയാം. പക്ഷെ ആ എഫേർട്ട് അതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് ആള് വരണം. പുള്ളിയുടെ തമിഴ് നോക്കി കഴിഞ്ഞാൽ തമിഴിനകത്ത് ആ പടത്തെ പറ്റിയുള്ള ഒരു വൺ ലൈനിലൊരു സാധനം ഉണ്ടാവും. അതിന്റെ പോലെ ഇപ്പം ഇന്നലെ കറുപ്പ് അപരാധം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മുളക് പൊടി സ്വാമി. അപ്പം ഇത് കാണുമ്പം ആ സിനിമ ഇഷ്ടപ്പെട്ട ഒരു വലിയ കൂട്ടം ആൾക്കാർ നേരെ അങ്ങോട്ട് അടിച്ചു കയറും. എന്താ ഇവൻ ആരടാ ഇതൊക്കെ പറയാനെന്നുള്ള ലൈനിൽ. അതാണ് ഇത് റേജ് വെയിറ്റിന്റെ മെയിൻ ആയിട്ട്. ഇതിപ്പോൾ യൂട്യൂബ് അൽഗോരിതത്തെ സംബന്ധിച്ച് കമന്റ്സ് കൂടുതൽ വന്നാൽ വ്യൂസ് കൂടുതൽ വീഴും, അങ്ങനെയുള്ള സാധനം. അപ്പം ആ കമന്റ്സ് വീഴ്ത്താൻ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്
ഒരു ഫുൾ ടൈം യൂട്യൂബറിന്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പോലും കറുപ്പിൻ്റെ തമിഴിൽ വെച്ചിരുന്ന വെറുപ്പ് എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വലിയ കൂട്ടം ആൾക്കാർ നമ്മുടെ ചാനലിൽ ഈ ക്ലിക്ക് ചെയ്യും. എന്തിനാ ഇവന്മാരാരാ ഇത് പറയാനെന്നുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യും. നമ്മളപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു അപേക്ഷയുമായിട്ട് വന്നത്. എന്ത് നമ്മൾ അങ്ങനെ പടം വെറുപ്പ് എന്നുള്ള അപ്പുറത്തേക്ക് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. വെറുപ്പിന്റെ രാഷ്ട്രീയം. അതെ, കറുപ്പിന്റെ രാഷ്ട്രീയം അല്ലെ, വെറുപ്പിന്റെ രാഷ്ട്രീയം. ഇതിനെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ബേസിക്കലി പോയിട്ട് ഈ റിവ്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടവർ പോയി തെറി വിളിക്കുക, റിവ്യൂ പോസ്റ്റ്. ഇപ്പം ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സ് പറയാറുണ്ട് അവർക്ക് എക്സ്ക്ലൂസീവ്ലി ഈ എന്താ പറയുന്നത് സൈബർ ബുള്ളിങ് ഉണ്ടാവാറുണ്ട്. ഈ ബുള്ളിങ് പ്രോസസ്സ് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ അത് കോണ്ടെക്സ്റ്റുവലാണ്. ഇപ്പം കോക്കിനിപ്പം കോക്ക് ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ പോലും കോക്കിൻ്റെ ഏതാ പറ്റി അതിരടി റിവ്യൂവിൻ്റെ താഴെ പോയി നോക്കുവാണെങ്കിൽ പുള്ളിക്കും ഒരു ബുള്ളിങ് ഉണ്ടാകുന്നുണ്ട്. അതിരടി മാത്രമല്ല ഇപ്പം കറുപ്പിൻ്റെ ഇതിനകത്ത് നല്ല രീതിയിൽ. അതെ, അത് ഈ ഓൺലൈൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുഖങ്ങളില്ല. ഇപ്പം ഞാൻ ഈ നേരിട്ടിരുന്ന് ഇവൻ്റെ മുഖത്ത് നോക്കി എടാ തടിയാ ആണാണ് ഇറങ്ങി വേടാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഓൺലൈൻ ആ പ്രശ്നമില്ല. നമ്മളിങ്ങനെ വേറൊരു ഐഡിയ നിന്ന് ഇങ്ങനെ ഈ സാധനമൊക്കെ നമുക്ക് ആവശ്യമുള്ള ഞാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞാലൊരു റെസ്പോൺസ് ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, റെസ്പോൺസിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്കിങ്ങനെ നിന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ നിന്റെ മുഖം ഇങ്ങനെ മാറുമല്ലോ. പക്ഷെ എന്നെ അങ്ങനെ വിശാൽ ചേട്ടൻ അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ ഞാൻ ഒരു 5 വയസ്സുള്ള കുട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഓ ഈ പുള്ളിയെ ഞാൻ വിളിച്ചത് ശരിയല്ല, അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ്. എന്തെങ്കിലും ഇപ്പം ഇൻട്രാക്ഷനിൽ നിന്ന് മാത്രം വേറൊരാളിപ്പോൾ അച്ഛൻ വന്ന് പറയാടാ അങ്ങനെ വിളിക്കരുതെന്ന് പറയാതെ പോലും ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെ നിൻ്റെ റിയാക്ഷനിൽ നിന്ന് നമ്മുടെ ആ ഇൻട്രാക്ഷനിൽ നിന്നാണ്. അതുണ്ടാകാനുള്ളൊരു സ്പേസ് ഇല്ല ഓൺലൈൻ ഇപ്പം ഞാൻ എന്തിങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടുക. കൊള്ളാം ഇത്. അതെ, എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കുളിരി വിടുവാണ്. ഈ സാധനമൊക്കെ ഇങ്ങനെ തെറിയും ഈ സാധനമൊക്കെ അടിച്ചങ്ങ് വിടുവാണോ. ഞാൻ അവനെ കുറച്ച് പറഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടി. അതെ, ഇപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ ഞാനും അത് ചിന്തിക്കുന്നില്ല. ഞാനിതാണ് അടിച്ചു വിട്ടു. ഏതോ ഒരു ചാനലിൽ ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്. എൻ്റെ അണ്ണനെ പറഞ്ഞ ആ ചാനലിൽ ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് അടുത്ത പരിപാടിക്ക് പോകും. ആത്മസംതൃപ്തി. അടുത്ത പരിപാടി. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷനോ ഹ്യൂമൻ റെസ്പോൺസോ ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ഈ ബുള്ളിങ്ങും പരിപാടിയും ചെയ്യുന്നതും അത് ഒരു പരിധിവരെ മൈൻഡ് ചെയ്യാതിരിക്കാനേ പറ്റത്തുള്ളൂ. യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഈ ക്ലിക്സ് വീഴണം. നേരത്തെ ക്ലിക്ക് ബെയ്റ്റ് എന്നേ വിളിക്കുന്നുള്ളൂ. ഇന്ന് അതിന് റേജ് ബെയ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം അത് ആ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അതിലേക്ക് യൂട്യൂബേഴ്സ് വരുന്നത് കുറച്ച് മൊത്തത്തിൽ നെഗറ്റീവാണ്. എന്നാൽ കൂടിയും അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുള്ളതല്ല പറയുന്നത്. യൂട്യൂബ് അങ്ങനെ റിവാർഡ് ചെയ്യുന്നു. ഇപ്പൊ നല്ല കണ്ടന്റ് ഇട്ടാൽ അതിന് വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് പറയാനുണ്ടാവും. അവർ വളരെ നല്ല ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുന്ന പല സാധനത്തിനേക്കാൾ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഇങ്ങനെയുള്ള വളരെ മിനിമൽ എഫേർട്ട് കുറച്ചധികം ഡെമോക്രറ്റൈസ് ചെയ്ത് ഈ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എങ്ങനെയും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. മൊത്തത്തിൽ ഈ പഴയ പോലെ പണ്ട് ഫിൽം മേക്കേഴ്സൊക്കെ പറയും ഞാൻ കഷ്ടപ്പെട്ടു 100 പേരോട് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു ചാൻസ് കിട്ടി. ആ കഥകൾ ഇന്ന് കുറയുവാണ്. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നവരെയൊക്കെ നമ്മൾ ഫിൽം മേക്കേഴ്സ് അങ്ങോട്ട് പോയി സമീപിച്ച് പടത്തിലെടുക്കുവാണ്. കാരണം അവരുടെ പോപ്പുലാരിറ്റി കൂടെ വേണം എന്നൊക്കെ. നമുക്കിപ്പോൾ അഭിനയിക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഓഡീഷൻസ് ഉണ്ട്. എന്നാൽ കൂടിയും ഓഡീഷൻസ് മാത്രമല്ലാത്ത ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതെ, പലർക്കും ഈ പറഞ്ഞ അവരെ എടുത്ത് അവരുടെ ചിലരൊന്നും ഓഡീഷൻ ചെയ്യേണ്ട കാര്യമല്ലേ. ഇല്ല, നേരിട്ട് നമുക്ക് വേണമെന്ന് അവന്റെ ഓഡീഷൻ ഓൾറെഡി കഴിഞ്ഞു. അതാണ് ആ റീലിലൂടെയും ഷോർട്സിലൂടെയും ഓൾറെഡി ചെയ്യുന്നത് എന്ന് പറഞ്ഞ അപ്പം അത്ര പവറുള്ള മറ്റ് മീഡിയംസ് വന്നു. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനമുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഡ്രാമ അവർ ക്രിയേറ്റ് ചെയ്യും. ഈ വ്ളോഗുകൾ അവിടെ നമുക്കറിയാം. അവർ ഇന്ന ആൾ തുടങ്ങിയപ്പോൾ എന്നെയാണ്, അപ്പോൾ ഇങ്ങനൊരു പെങ്കൊച്ചുമായിട്ട് സ്ഥിരം വ്ളോഗ് ചെയ്യുമായിരുന്നു, ഒരു ഇഷ്ടത്തിലായിരുന്നു. ഈ സാധനമില്ലേ, ഈ സാധനം ഈ കണ്ടന്റിന്റെ കുറച്ചധികം വന്നുകൊണ്ട് ഈ റിയാലിറ്റി TV ഷോ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ അതിനകത്തെ ഡ്രാമയുടെ 10 ഇരട്ടി ഇവിടെ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ഫീലും തോന്നും ഈ വ്ളോഗ് ആയതുകൊണ്ട്. മറ്റേനൊക്കെ കുറച്ചുകൂടെ അടുത്ത് നമ്മൾ ഇവിടെ അറിഞ്ഞിട്ട് ആ ഒരു എന്തുവാ എന്ന് പറയുന്നത് നമ്മളവരുമായിട്ട് കണക്റ്റഡ് ആവും. അല്ല, നമ്മൾ അതിന് എന്തോ ഗോസിപ്പ് വളരെ പേഴ്സണൽ ഗോസിപ്പ് നമ്മൾ അറിയുന്ന പോലെയാണ്. അപ്പോൾ ആ വേറെ കണ്ടന്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് എക്സിസ്റ്റ് ചെയ്ത ട്രഡീഷണൽ മീഡിയംസ് ഇല്ലാതാവും. അപ്പം അന്ന് പറയുന്ന പോലെ ഈ സിനിമ ഇന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമെന്ന് തോന്നുന്നു. അടുത്ത 25 ഇയേഴ്സിൽ സിനിമ
ഉണ്ടാവോ, ഇത് ഏത് പരുവത്തിലാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ 100 അല്ല അതിന്റെ അതായത് ഇല്ലാതാവുന്നുള്ള ലൈനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫോർമാറ്റ് ഭയങ്കര വ്യത്യാസം. അതെ എപ്പോഴും ഒരു ചേഞ്ച് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഇനി ആ എന്തിലേക്ക് അത് മാറും എന്നുള്ള അടുത്ത ഫേസ് എന്താണെന്നുള്ളത്. അപ്പൊ ഈ ട്രഡീഷണാലിറ്റി മാത്രം എക്സ്പീരിയൻസ് ചെയ്തവർ ഈ മാറ്റം ഇനി ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതൊക്കെ പറഞ്ഞത് ഒരു സിനിമാക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്തുകൊണ്ടൊക്കെയാണ് ഈ ചെറിയ ചെറിയ നെഗറ്റീവ്സ് വരെ അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ നമ്മൾ ഇടുന്ന പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഈ പറയുന്ന ഗ്ലോബൽ സ്കെയിലിൽ നിന്ന് വരും. ഒരു കാലഘട്ടത്തെ മലയാള സിനിമയിൽ നിന്ന് വളർന്നെങ്കിൽ കൂടിയും നമ്മൾ ഇന്നും ഒരു ചെറിയ ഇൻഡസ്ട്രി തന്നെയാണ്. നമ്മൾ ഈ 200-500 കോടിയൊക്കെ അടിക്കുന്നു എന്ന് പറയുമെങ്കിലും കമ്പാരിറ്റീവ്ലി ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് നമ്മൾ ഇത്ര പൈസ ഇട്ടു, ഇത് തിരിച്ചു വരാനുള്ള സോഴ്സുകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ നെഗറ്റീവ് റിവ്യൂസ് എന്ത് നെഗറ്റീവായിട്ട് വന്നാലും അവരെ അത് വല്ലാണ്ട് ബാധിക്കും ആസ് എ ബിസിനസ്. അതേപോലെ തന്നെ ഈ അവരും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സിനിമ ഇറങ്ങിയാൽ അതിൻ്റെ അഭിപ്രായം അത് റിവ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നായാലും അത് നമ്മൾ കേൾക്കേണ്ടി വരും. അത് കേൾക്കാൻ ബാധ്യസ്ഥനാകുന്ന ആൾക്കുള്ളതാണ്. പണ്ടത്തെ കാലം പോലെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കേട്ടുകേൾവി വഴിയല്ല. അതായത് നമ്മൾ ഇറക്കി ഒട്ടനെ നമുക്ക് ചില ചർച്ചകൾ, ചാനൽ ചർച്ചകളൊക്കെ ചില പറയും പണ്ടുള്ള നല്ല റിവ്യൂവേഴ്സ് അവരെ പത്രത്തിൽ എഴുതി വിടുമായിരുന്നു. അവരിന്നും ഉണ്ട്, അതുപോലെ അതായത് സംഭവം വെച്ചാൽ അവർ എഴുതി വിടുമായിരുന്നു, അവരാരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു സംഭവമുണ്ട്. പത്രത്തിലെ റിവ്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. പത്രത്തിലെ റിവ്യൂസും ചാനൽ റിവ്യൂസും ഉണ്ടായിരുന്നു. പഴയ ചാനൽ റിവ്യൂസ് അതിനകത്തൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ അവസ്ഥ പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ജെന്യൂനായിട്ട് അല്ലെങ്കിൽ ആ ഭയങ്കര ഓപ്പൺ ആയിട്ട് അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒരല്പം ഷുഗർ കോട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ. അവർ നിൽക്കുന്ന ചാനലിന്റെ അകത്ത്, ഇപ്പൊ ചാനൽ എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാരെയും വിളിച്ച് പരിപാടി നടത്തുന്നവരാണ്, ഈ റിവ്യൂസ് വിടുന്നവരാണ്. അപ്പോൾ അത് ആ ഫോർമാറ്റിനകത്ത് നിന്ന് അവർക്ക് പറയാൻ പറ്റും. അവർക്കൊരു ഫ്രീ സ്പേസ് കിട്ടുന്ന, ഇന്നത്തെ പോലെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിൽ എനിക്ക് ഇഷ്ടപോലെ പറയാം എന്ന് ഞാൻ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നൊരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അന്നില്ല. അപ്പോൾ അതൊരു റീസൺ ആയിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഭാഷ്യം, അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ അഭിപ്രായം എന്ത് വേരിയേഷൻ ആണെങ്കിലും നോ പ്രോബ്ലം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഈ ഭാഷ്യം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് 100 രീതികളുണ്ട്. അതിലേത് ഞാൻ ചൂസ് ചെയ്യുന്നുള്ള ചോയ്സ്. എനിക്കിതിന്റെ ഇഷ്ടമല്ല ഇങ്ങനെ പറയാം. ഞാൻ പല കാര്യങ്ങളും എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാൻ പലതും പറയുന്നുണ്ട്. അതെ, അത് ഞാൻ പറയുന്നത് എങ്ങനെ വേണേ പറയാം. അപ്പം എനിക്കറിയാം ഈ ഇന്ന ഭാഷ ഉപയോഗിച്ചാൽ ഇന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഇന്ന ഭാഷ ഉപയോഗിച്ചാൽ ഇന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതെനിക്ക് ചൂസ് ചെയ്യാം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതിയെങ്കിൽ എനിക്കിതില്ലാത്ത ഏറ്റവും മൈൽഡർ ഫോർമാറ്റ് ചൂസ് ചെയ്യാം. പക്ഷേ അതല്ല. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, മറ്റേ തിയേറ്ററിൽ സിനിമാക്കാരിപ്പോൾ ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ റിവ്യൂസിൽ പടം മോശമായി, അതിനുശേഷം സിനിമാക്കാർ തിയേറ്റർ വിസിറ്റ് നടത്തും. അപ്പോൾ തിയേറ്റർ വിസിറ്റിൽ ഇവർ ഡയറക്റ്റ്ലി ഓഡിയൻസ് അടുത്ത് പോയി ചോദിക്കും, അപ്പോൾ എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൊള്ളാം, സൂപ്പർ എന്ന് ഒരുപാട് പേര് പറയും. പള്ളിച്ചട്ടമ്പഴ ടീം ഇതുപോലെ പോയി ചോദിച്ച സമയത്ത് ഒരു അപ്പൂപ്പൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വരെ വന്നായിരുന്നു. കണ്ടില്ല. ബേസിക്കലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സണലി എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിൽ ഇരുന്ന് പടം കണ്ട് പടം തീരപ്പോൾ ഞാനിത് എന്ത് പടമാണ് ഇതെന്നുള്ള അവസ്ഥയിൽ ആ എൻകറേജ് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സീറ്റിൽ നിന്ന് ആദ്യം ഇറങ്ങി ഓടാനുള്ള ഭാവത്തിൽ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് വാതിൽ തുറക്കാൻ ചെല്ലുമ്പോഴത്തേക്കും വാതിൽ തുറന്നത് ഒരു നടൻ, ആ സിനിമയിലെ നടൻ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുക. പുള്ളിയെ കണ്ടപ്പോൾ ആദ്യം ഈ സ്റ്റാർ സ്ട്രക്ക് പോലെ ഞാനിങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക, ഞാനിങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുക എന്നുള്ള സംഭവം. പുള്ളി എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുത്ത് ഞാൻ നേരെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ക്രൂ ഫുള്ള് നിൽക്കുന്നു. ഞാൻ അവരെ മൈൻഡ് ചെയ്യാൻ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങി നടന്നുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രൂവിൽ അകത്തോട്ട് കയറി. പിന്നെ അകത്ത് സ്വാഭാവികമായിട്ട് അവരെ അവരുടെ കൂടെ വീഡിയോ എടുക്കാൻ ആളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ആ സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇല്ലേ ബ്രോ എനിക്ക് തീരെ വർക്കായില്ല എന്ന് ആ മൊമെൻറ്റിൽ പറയാൻ എനിക്ക് പറ്റിയില്ല. ഇതേ അവസ്ഥ ഡയറക്റ്റ്ലി തിയേറ്ററിൽ ചെന്നാൽ ഉണ്ടാവും. അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവരോട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമാകത്തില്ലേ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മലയാളികൾക്കിടയിൽ നിന്നല്ല ഒട്ടുമിക്ക, എനിക്കൊന്ന് മലയാളികൾക്കിടയിൽ കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്ത് നഷ്ടം വരാൻ പോകുന്നത്, നമുക്ക് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നഷ്ടം ഉണ്ടാകുന്ന തോന്നുന്ന രീതിയിൽ
തിയേറ്ററിനകത്ത് ചെന്നുള്ള ഈ റിവ്യൂസ് ഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ സിനിമാക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ കൊള്ളാം സൂപ്പർ എന്നാ, ബട്ട് അവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഒരുപക്ഷെ വർക്കാവാത്തവരുണ്ടാവും. അവരവരുടെ വോയിസ് റേസ് ചെയ്യാത്തത് അവർക്കറിയില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കുമെന്നോ, ഇല്ല ചിലപ്പോൾ അവിടെ ബാക്കി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമെന്നോ, അങ്ങനെയുള്ള അറ്റാക്ക് ഇൻ ദ സെൻസ് വെർബലി തിരിച്ച് അതെന്ത് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത്, അങ്ങനെയുള്ളൊരു സംഭാഷണം അവിടെ ഒരു അൺകംഫർട്ടബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഒരു മനുഷ്യനുണ്ടാകുന്നതുകൊണ്ടായിരിക്കണം അവിടെ അത് സംഭവിക്കാതെ പലപ്പോഴും. അപ്പോൾ ഞാൻ യൂഷ്വലി നമ്മളങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും അടിപൊളി നൈസ് എന്ന് പറഞ്ഞിട്ടാണ്. എക്സ്ട്രീംലി റിസ്കി ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് രീതിയാണ്. വന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകത്തില്ലേ. അത് ഞാൻ എപ്പോഴും ആയിരിക്കും അത്. പക്ഷെ അത് അവരെപ്പോഴും അവർക്കറിയാം അത് അവർ പോകുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ മെജോറിറ്റി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലീസ് ഉണ്ടാകുന്നതായിരിക്കും. ഫാമിലീസ് ആകുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങനൊരു ഇത് ഉണ്ടാവില്ല. പിന്നെ ഒരു പരിധി വരെ ഇപ്പം ഈ സർക്കാരൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ഇന്ന സാധനം തരാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ സിനിമയിൽ നിന്ന് നമുക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ വല്ലാണ്ടൊരു നഷ്ടം ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു ഷെടാ ഇത് അതെ, നമുക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ഏതാ ഈ കാണുന്ന 2.5 മണിക്കൂർ ഷോ എനിക്ക് അത് ഇഷ്ടപ്പെടാനല്ലോ എന്നുള്ളൊരു തോന്നൽ, എനിക്ക് ഇതിങ്ങനെ അല്ലല്ലോ വേണ്ടതെന്ന് തോന്നി. അങ്ങനെ വല്ലാണ്ട് നമ്മളെ ദ്രോഹിക്കുന്ന ലൈൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മളിപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് അവരെ സംബന്ധിച്ചായിരിക്കും കുറച്ചെങ്കിലും ഷെടാ ഇത് നന്നാക്കാറുന്നല്ലോ. ഇത്രയും പേര് ഇപ്പം എട്രീൻ്റെ കേസ് എടുക്കുമ്പോൾ 18 വർഷത്തിന് ശേഷം ഇവരൊക്കെ ഒന്നിച്ച ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കാൻ ഒരു സീൻ സിറ്റുവേഷൻ. അത് അങ്ങനെ ഇപ്പം വേറെ രീതിയിൽ ഇപ്പം സിനിമയെ കുറച്ച് സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ സങ്കടം ഉണ്ടാകുന്നത്. അല്ലാതെ എന്നെ മഹേഷ് നാരായണൻ നേരിട്ടൊന്നും ദ്രോഹിക്കുകയോ എന്നെ ഒന്നും ചെയ്തിട്ടില്ല പുള്ളി. എനിക്ക് പുള്ളിയോട് ഒരു ദേഷ്യമില്ല. നമ്മൾ ഈ പാട്രിയറ്റ് കണ്ടപ്പോഴത്തേക്കും അത് അതിൻ്റെ പിന്നിൽ പേരുകൾ ഒന്നും നമ്മൾ മനസ്സിലില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഓക്കെ പടമാണ്. പക്ഷെ ഇവരൊന്നിച്ചപ്പം കുറച്ചുകൂടെ ആവായിരുന്നില്ലേ എന്നൊരു ഡിസപ്പോയിൻമെൻ്റ് അതേ ഉള്ളൂ നമ്മുടെ സൈഡിൽ. നമ്മുടെ റിവ്യൂ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഈ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തത് റിവ്യൂ എങ്ങനെ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ രണ്ട് സൈഡിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ഒരു അഭിപ്രായം പറയാന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇനി സിനിമാക്കാർ ഞങ്ങൾ പറയുന്ന പോലെ കേക്ക് എന്ന് പറയുന്ന ഒരു ഉത്തരം തരാൻ വന്നതല്ല. രണ്ട് പെർസ്പെക്റ്റീവ്സും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ചുമ്മാ. അതെ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചോ. എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല. അതായത് നിങ്ങളിപ്പം അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ അവരാരെങ്കിലും ചിന്തിക്കാണ്ടിരിക്കും ഈ സിനിമ ഇവര് ഇങ്ങനെ ഇത് ചെയ്ത് പൈസ വാങ്ങിച്ചിട്ടാണോ ഈ റിവ്യൂ ചെയ്യുന്നതെന്നോ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഉള്ളവർക്ക് ഈ രണ്ടും പക്ഷം ഒന്നും പറയാ, നിങ്ങൾ കേൾക്കുന്ന പോലെ ഒരു നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാന്നുള്ളത് നാച്ചുറൽ റെസ്പോൺസ് ആണെന്നുണ്ട്. പൈസ മേടിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നാച്ചുറൽ റെസ്പോൺസ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അറിയേണ്ട സംഭവമുള്ളൂ. അങ്ങനെ പൈസ വാങ്ങിച്ചാൽ ഒരാൾ പൈസ വാങ്ങിച്ചാൽ ആ ഒരാളുടെ പേരിൽ ആ എൻ്റയർ എന്താ പറയുക ഈ റിവ്യൂ സിസ്റ്റത്തെ തന്നെ ഒരു പക്ഷേ അവർക്ക് നശിപ്പിക്കാൻ പറ്റും, അല്ല അതിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും അത് ആരും തന്നെ അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാത്തത്. ഒരു പക്ഷേ കുറച്ച് നാൾ മുമ്പ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, മേ ബി കുറേ നാൾ മുമ്പ്, അതായത് ഈ റിവ്യൂ ബൂമാവുന്ന സമയമുണ്ടല്ലോ, അതായത് ഇത് ഇനിഷ്യലി ഇത് ഭയങ്കര റിവ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പൈസ കൊടുത്തിട്ട് പറയാനുള്ള ശ്രമം നടക്കാം. പിന്നെ എനിക്ക് എൻ്റെ അറിവിൽ ഈ പൈസ കൊടുത്തുണ്ടാകുന്നത് ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാനൊക്കെ കൊടുക്കാറുണ്ട് ഈ പല റിവ്യൂസിന്. അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി അതിനിടയിൽ ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എന്നോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു ടാഗിൽ മനീഷ് നാരായണൻ്റെ പേര് ഞാൻ കണ്ടു. അത് ഇപ്പം ഞാനത് ആരോട് ചോദിക്കാൻ നമുക്ക് അറിയത്തില്ല. മനീഷ് നാരായണനെ കണ്ടാലേ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ, സാർ എന്താണ് നിങ്ങളുടെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ, അല്ല നിങ്ങൾ ആ ക്രിയേറ്റീവ് കൺസൾട്ടൻ്റോ അങ്ങനെ എന്തോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ മനീഷ് നാരായണൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്ക് തോന്നുന്നു അത് പലരും പറഞ്ഞു കണ്ടു. ഉണ്ണി വ്ളോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കുമ്പോൾ എന്ന് ചോദിച്ചു പലരും അപ്രോച്ച് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു പെയ്ഡ് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പിന്നെ ചിലപ്പോൾ അവർക്ക് ആ പടം റിവ്യൂ ചെയ്യാൻ കുറച്ചൊരു ഇതുണ്ടാവും. അല്ലല്ല, ഇപ്പം നമ്മൾ പോലും നമ്മുടെ പേഴ്സണലി നമുക്ക് അറിയാവുന്ന പലരും ചെയ്യുന്ന പടങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്ത പടങ്ങളെ പറ്റി നമ്മൾ അഭിപ്രായം പറയാതെ വിട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഞാൻ ഒപ്പീനിയൻ ഡയറക്റ്റായിട്ട് അവരോട് പറയും. ഇൻഫാക്ട് നമ്മളൊരു പടത്തിന് കൺസൾട്ടന്റ് അല്ല, അതിന്റെ ഒരു ഫൈനൽ ഫോർമാറ്റ് കണ്ടിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് ആ പടം ഇറങ്ങിയിട്ടില്ല ഇതുവരെ, അതിന്റെ ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. കാര്യം അത് കുറച്ചധികം നാളായിട്ട് ആ പടത്തിന് കുറച്ചൊരു ചെറിയൊരു ഇഷ്യൂ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു കട്ട് നമ്മളെ കാണിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിരുന്നു, അത് കണ്ടു.
അഭിപ്രായം പറഞ്ഞു. അതെ, നമ്മളോട് ചോദിച്ചു, പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചു അത് എന്താ ചെയ്യാൻ പറ്റുക, ഇതിന് എന്ത് ചെയ്ത് നമുക്ക് ഇതിനെ നന്നാക്കാം എന്ന്. നമ്മളപ്പോൾ ജെന്യൂനായിട്ടുള്ള ആൻസർ നമ്മൾ പറഞ്ഞു. അത് ഇത് നന്നാക്കാൻ കുറച്ച് പാടാണ്, പക്ഷേ സ്റ്റിൽ അത് അതിനൊരു എഫേർട്ട്, വീണ്ടും നല്ലൊരു എഫേർട്ട് ഇട്ടാൽ ഒരു എന്താ ജസ്റ്റ് ഒരു വാച്ചബിൾ ഫിലിമാക്കി മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കുമെന്ന് അന്ന് നമ്മളിങ്ങനെ പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പിന്നീട് നമുക്കറിയില്ല. എന്നെ ലാസ്റ്റ് കഴിഞ്ഞിടയ്ക്കും അവർ കോൺടാക്ട് ചെയ്തിരുന്നു. അതായത് ഒരു ഷോയുടെ നടത്തുന്നുണ്ട്, വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവരുമായിട്ട് അപ്പോഴും നിങ്ങൾ ഉണ്ടാവണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയില്ല എന്താണെന്ന്. അങ്ങനെ സംഭവം നടന്നു. അപ്പോൾ അതൊക്കെ അത് ആക്ച്വലി ചാനലിൻ്റെ ബേസിലല്ല അത് സംഭവിച്ചത്, വേറൊരു പേഴ്സണൽ കോണ്ടാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നമുക്ക് ചാനലുണ്ടെന്നുള്ള സംഭവം അറിയുന്നതുകൊണ്ട് അവർക്ക് ഓക്കെ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ റിവ്യൂവേഴ്സും സിനിമാക്കാരും രണ്ട് മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുമല്ല, ഇവർക്കൊക്കെ ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്കും കുറച്ച് പേരെ അറിയാം ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ളവരുടെ അല്ലെ ആ കണക്ഷൻ ഉള്ളവരുടെയോ അവർ ഇന്ന ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന പടത്തെ പറ്റിയോ കാര്യത്തെ പറ്റിയോ നമ്മൾ ഡയറക്റ്റ് ചാനലിൽ സംസാരിക്കാതെ പലപ്പോഴും നേരിട്ട് പറയാറുണ്ട്. പല കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളില്ല, നമുക്കത് വർക്കായില്ല, അല്ലെ വർക്കായി എന്നുള്ള സംഭവം നമ്മളോട് ബേസിക്കലി അത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു സമയത്ത് നമ്മൾ തന്നെ ഇരുന്നിട്ട് ചാനലിരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹർട്ടാവും. എന്താ ഇവൻ ചാനലിരുന്ന് പറയുമ്പോൾ ഇത് കുറേ പേര് കാണുന്നുണ്ടല്ലോ, എൻ്റെ അഭിപ്രായം ഡയറക്റ്റ്ലി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്. പടം കഴിഞ്ഞ അഭിപ്രായം ചെയ്യുമ്പോൾ ഞങ്ങൾ നാളെ വീഡിയോ ഇടാതെ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമായിരിക്കും. അത് അല്ല ഡയറക്റ്റ് പറയുന്നത് അത് തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു അഭിപ്രായമല്ല അത്, പക്ഷേ അത് ഇത്രയും പേര് ഒരേ സമയം അറിയുന്നതിൻ്റെ. അതെ, അതായത് ഈ അഭിപ്രായം ഇപ്പം നമ്മുടെ ഈ അഭിപ്രായം നമ്മൾ തുറന്ന് പറയുമ്പോൾ ഈ വീഡിയോ 1000 പേര് കണ്ട 1000 പേരും നമ്മുടെ അഭിപ്രായം അറിയുക. അപ്പോൾ ആ 1000 പേരുടെ ഉള്ളിലും ഓക്കെ ഇതൊരു ഇങ്ങനൊരു സിനിമയാവും എന്നൊരു ചിന്ത ഉണ്ടാവാം എന്നുള്ള തോന്നല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ ഈ റിവ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരാൾ മോശം റിവ്യൂ പറഞ്ഞ പടം ഹിറ്റായിട്ടുമുണ്ട്, എന്താ നല്ല റിവ്യൂസ് പറഞ്ഞ പടം ഫ്ലോപ്പായിട്ടുമുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഇത് മനസ്സിലാവുമല്ലോ. അതായത് റിവ്യൂസ് മാത്രം കൊണ്ടല്ല ഇമ്പാക്ടിന്റെ പെർസെന്റേജ് ഇവർ വളരെ 5% വെച്ചോ ഈ റിവ്യൂവേഴ്സിന്റെ ഇമ്പാക്ട് അതിന്റെ ഫൈനൽ കളക്ഷനിൽ. ഈ സിനിമാക്കാരെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നത് ഒരു 15 to 20% അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ ഫിഗർ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇത്രയധികം അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അത് വേണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറയാം, ഇപ്പം നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ഒന്നിങ്ങനെ റെഗുലറായിട്ട് പോഡ്കാസ്റ്റ്, ഫിലിം ബേസ്ഡ് പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മറ്റൊന്ന് ഈ ഫിലിം ലിറ്ററസി, അതായത് നമ്മൾ സിനിമകളെ ചർച്ച ചെയ്യുന്ന രീതി, സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും ഫിലിം അനാലിസിസ്, ഈ ഫിലിം അപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ, അങ്ങനൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക. വളരെ കുഞ്ഞു എഫേർട്ടാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഇൻട്രാക്ഷൻസ് ഇല്ലേ, ഇപ്പോൾ ഓഡിയൻസ് ടു ഫിലിം മേക്കേഴ്സ് ടു റിവ്യൂവേഴ്സ്, ഈ ഇൻട്രാക്ഷൻസ് എൻ്റെ പേഴ്സണലി വലിയൊരു ഇൻസ്പിറേഷനാണ് ക്യൂ സ്റ്റുഡിയോ. ഞാൻ അവരുടെ ചാനൽ ഇനിഷ്യലി കണ്ടപ്പോഴാണ് മലയാളത്തിൽ കുറേ കാലമായിട്ട് ഞാൻ മിസ് ചെയ്തിരുന്ന ഒരു ചാനൽ, വെറൈറ്റി ഓഫ് കണ്ടന്റ്. ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അതെ, അവരുടെ ഇൻ്റർവ്യൂസിന് വളരെ വാലിഡ് ആയിട്ട് ക്വസ്റ്റ്യൻസും നമുക്കറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടുന്നത് ആ ചാനലിൽ നിന്നാണ് പലപ്പോഴും. അപ്പം അങ്ങനെ കുറച്ച് ചാനൽസിൻ്റെ ഇൻസ്പിറേഷൻ എടുത്താണ് നമ്മൾ ഈ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് അവരിൽ നിന്നൊക്കെ ചെയ്യാമെന്ന് നമ്മൾ റെഗുലർലി ചിന്തിക്കുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റ് മാത്രം നമ്മൾക്കിപ്പോൾ റെഗുലർ ആക്കാൻ പറ്റുന്നില്ല. നമ്മൾ വേറൊരു സാധനം ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻസ്പയർ ചെയ്ത ഈ ചാനലുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ ചാനലുകളെ പറ്റി അതിൽ നിന്ന് എന്തൊക്കെ എടുക്കുന്നു, ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട് നമുക്ക് അതായത് നമ്മളും റെഗുലർലി കാണുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ്. അതെ, അതായത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതിനകത്ത്. അപ്പം ആ റിവ്യൂവേഴ്സിൻ്റെ അവരുടെ റിവ്യൂസിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പം ഈ സിനിമാക്കാരുടെ റെസ്പോൺസിന് ഇങ്ങനെ ഒരു വീഡിയോ ആണെന്നുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ചാനലുകളുടെ റിവ്യൂസിനെയൊക്കെ ഇവർ തൃണവൽക്കരിച്ചു. അതായത് ആ വാലിഡ് റിവ്യൂസിനെയൊക്കെ എടുത്ത് നമുക്ക് നല്ല റിവ്യൂസും കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് റെസ്പോൺസ് ആണ്. ഇതിപ്പം ഇങ്ങനെ ഒരൊറ്റ ലൈനിൽ ഇത് പറഞ്ഞു അതിന് മാത്രം ഒരു റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി കണ്ടിന്യൂസ് പോഡ്കാസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ റെസ്പോൺസ് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അതെ. സോ നമ്മളിപ്പോൾ ചാനലിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിപ്പം ഇന്നെ കാണാനൊന്നുമില്ലല്ലോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടിട്ട്
നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് കുറയുന്ന പോയിന്റിൽ ഇട്ടേച്ച് പോകാവുന്ന ഒരു സംഭവമാണ്. അതെ അതെ. ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മളിങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് എഴുതി വെച്ച് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നതല്ലോ. ഇതിങ്ങനെ റാൻഡം ആയിട്ട് ഇപ്പം നമ്മുടെ തലയിലുള്ള റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് ഈ ഒരു വിഷയത്തെ പറ്റി. നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മൾ അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് എന്ത് ചെയ്യണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പം ഒരാൾ വന്ന് നമ്മുടെ കമൻറ്റിൽ ഈ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഒരു വീഡിയോ ചെയ്യാം, അങ്ങനെ ഒരു കമൻറ്റ് കിട്ടും. അപ്പം നമ്മളുടെ ചാനലിൽ ബേസിക്കലി ഒരു സ്ക്രിപ്റ്റും ഇല്ലാത്തൊരു ചാനലാണ്. ഇങ്ങനെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് ഇങ്ങനെ കണസാ എന്ന് പറയുന്ന സംസാരിക്കുന്ന ഒരു ചാനലാണ്. അപ്പം നമ്മുടെ അടുത്ത് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ അതിനി നമ്മൾ ഇരുന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അപ്പം അതിന് പകരം എന്താണ് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് താഴെ കമൻറ്റ് സെക്ഷനിലോ വല്ലതും പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന വിഷയങ്ങളാണെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യാം. അതെ, അതും ഈ പറഞ്ഞ പോലെ നമ്മളതൊരു ഇതുപോലെയാണ് ഈ പോഡ്കാസ്റ്റ് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും അത് വരാൻ പോകുന്നത്. അതെ അതെ. നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ ട്രൈ ചെയ്തിരുന്നു. നമ്മളൊരു വീഡിയോ ആ വിഷയത്തെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ആ വീഡിയോ തൃപ്തിയില്ലായിരുന്നു. ഇതല്ല ഇതിന്റെ ഫോർമാറ്റ്. കാരണം അത് നമ്മൾ കുറെ കൂടെ പല വഴിയിലൂടെ ഇങ്ങനെ സ്ക്രിപ്റ്റ്. അപ്പം നമുക്കിങ്ങനെ തോന്നി ഇത് എവിടെയെങ്കിലും ഒരു ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറെ കൂടെ ഒരു യൂസ്ഫുൾ ഒരു വീഡിയോ ആയി മാറിയാണ്. അപ്പൊ അത് എന്താണ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്, റൈറ്റിംഗ് ബേസ് ചെയ്തിട്ട് എന്ത് കാര്യത്തെ പറ്റിയാണ് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെങ്കിൽ അല്ലേ, അത് നമ്മുടെ ഫോർമാറ്റ് ഇതാണ്. ഇങ്ങനെ വളരെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നു പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയും. കൂടുതൽ പോഡ്കാസ്റ്റിന് പിന്നെ വേറെ എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി സംസാരിക്കണമെങ്കിൽ അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ് അത്ര നല്ലത്. ആ വിഷയങ്ങളെ പറ്റി സംസാരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്താണ്, എന്തിനെ പറ്റിയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയാമെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും. നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാ വീക്കും നമ്മൾക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ട് നമുക്ക്. സോ അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് നമ്മൾ തുടങ്ങിയപ്പോഴേ ആലോചിക്കുന്നതാണ്. പക്ഷെ അത് പറ്റുന്നില്ല പല പല കാരണങ്ങളാൽ. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും എല്ലാ വീക്കിലും ഒരു പോഡ്കാസ്റ്റ് ഇടാൻ. 300. പിന്നെ സിനിമാക്കാരറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മളുടെ പെയ്ഡ് പ്രിവ്യൂവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതെ, പൈസ ജിപേ ചെയ്താൽ മതി. ഒന്ന് എനിക്ക് ഒന്ന് പുള്ളിക്ക് അതായിരിക്കും ജിപേ ചെയ്താൽ മതി, കുഴപ്പമില്ല. QR കോഡ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അത് കൊടുത്ത് അതിനകത്തൂടെ പൈസ വരട്ടെ അല്ലേ, പണം വരട്ടെ, പണം വരട്ടെ.